എടാ സുമേഷേ, അപ്പുറത്തെ പറമ്പിലേക്ക് വീഴരുതിട്ടാ. കുറച്ച് പ്രശ്നക്കാരാണ്, എല്ലാം വലിച്ച് ഇങ്ങോട്ട് ഇടണേ. ആ പാവട്ടെ ചെയ്യാം. എന്നാ സമയം കാണണ്ട, നീ നോക്കി കേറ്. ഒരു 8-10 തെങ്ങുള്ളതാണ്. പറമ്പ് നിറച്ച് മട്ടല് വിറകാണല്ലോ. ഈ പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും കൊടുത്തൂടേത്. പോകുമ്പോ ഒരു ഗുഡ്സ് വിളിക്കണം. മോനെ സുമേഷേ, ഇതൊക്കെ ഒന്ന് കേട്ടി തരടാ. ഒരു മാസത്തേക്ക് കത്തിക്കാനുണ്ട്. ആ ബാബു, നീയായിരുന്നാ? ഞാൻ ആരുടെ ഇപ്പൊ ഗേറ്റ് ഒക്കെ തുറന്ന് അകത്ത് കയറി ഇവിടെ നോക്കുമായിരുന്നില്ലേ? എവിടെയായിരുന്നു സുമതിയായിരുന്നു നിങ്ങളല്ലേ പറഞ്ഞു ഒരു തെങ്ങി കയറ്റക്കാരനെ കൊണ്ടുവരാന്. വേറെ വല്ല പണിക്കാരനെ പോലെയല്ല. ഇവന്മാരെയൊക്കെ കിട്ടണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടാ. രാവിലെ എഴുത്ത് ഒത്തിരിയും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നപ്പോ നിങ്ങള് ഗേറ്റും തുറക്ക പൂട്ടി എവിടെ പോയതാ? കൊറേ വിളിച്ചു നോക്കിയല്ലോ, നിങ്ങളെന്താ ഫോൺ എടുക്കാത്ത? പിന്നെ ഇവരൊന്നും വിട്ടാണ്ടല്ലോ, പിന്നെ ഈ അടുത്തൊന്നും കിട്ടില്ല. അപ്പൊ ഗേറ്റ് തുറന്നിട്ട് ഞാനാണ് തെങ്ങി കയറ്റിച്ചത്. അല്ല, എവിടെ പോയതേനു? ഓ, ഞാൻ ആ സുശീലിന്റെ വീട്ടിൽ പോയതാടാ. അവളുടെ പാല് കാച്ചല്ലേ മറ്റന്നാള്. ഗൾഫിൽ നിന്ന് മോൻ കണ്ടുവന്നിട്ട് എന്തോ ഒരു കൊട്ടാരം കിട്ടുമെന്നൊക്കെയാ പറഞ്ഞത്. നോക്കുമ്പോ എന്ത് ഒന്നുമില്ല, ചെറിയൊരു കുടില് പോലെ ഉണ്ട്. പിന്നെ കാറ്റത്താ മട്ടലും തേങ്ങയും കാപ്പിന്റെ ഇതിന്റെയൊക്കെ ഷീറ്റിൽ പോയിട്ട് രാത്രി ഒരു സൗകര്യവും ഇല്ല. ഒന്ന് മാറ്റിത്താ പറഞ്ഞിട്ട് അതല്ലേ ഞാൻ നിന്നെ കയ്യോടെ വിളിച്ചത്. എന്തായാലും നീ ആളെ കൊണ്ടുവന്നല്ലോ. 5-6 തെങ്ങില്ലേ, അതിലൊക്കെ കയറ്റിച്ചിട്ടേ പതുക്കെ വിട്ടാ മതി. 5-6 8 തെങ്ങ് തേച്ചുണ്ട് സുമതേച്ചി. പുല്ല് വെട്ടുന്ന പോലെ മണിക്കൂറിനല്ല, തെങ്ങ് എണ്ണത്തിനാണ് കണക്ക്. എന്തായാലും ഇവരെ കിട്ടാനേ ബുദ്ധിമുട്ടല്ലേ. വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്തിട്ടാ പോവൂ. ഓ, 6-8 എത്ര വെച്ചാ നീ പറ, പൈസ തന്നോളാം. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുടിക്കാനൊന്നും വേണ്ടേ, ചെക്കനോട് 2 ഇളനീരിടാൻ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും നല്ല വെള്ളം വേറെ എന്താ ഉള്ളത്? എടാ സുമേഷേ, ഒരു 4-5 ഇളനീരിട്ടോ. അല്ല സുമതേച്ചിയെ, മാങ്ങയൊക്കെ പറിക്കാറായല്ലോ. ആടാ, ഒക്കെ പറിക്കാനായി. പക്ഷെ അതിന് ആളിനെ കിട്ടണ്ടേ? അവന്റെ അത് കഴിഞ്ഞിട്ടേ സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പറിക്കാൻ പറ. പിന്നെ നിന്റെ അടുത്തൊരു കാര്യം പറയാണ്ട്, ഒന്ന് അങ്ങോട്ട് വാ. എന്ത് കാര്യം പറയാൻ? അവന് കൂലി കുറച്ച് കൊടുക്കാൻ വേണ്ടി പറയാനായിരിക്കും. എത്ര കിട്ടിയാലും ദാരിദ്ര്യം മാറാത്തൊരു പെണ്ണുങ്ങളാണല്ലോ. ബാബോട്ടാ, ഈ തേങ്ങയ്ക്ക് എവിടെ കൂട്ടിയിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം വേറെ തെങ്ങി കയറി. ഞാൻ അവരോടും ചോദിക്കട്ടെ. ഇളനീരിപ്പോ എടുത്തരണോ? വേണ്ടടാ, പിന്നെ കുടിക്കാം. നീ തെങ്ങി കയറി. സുമിത ചേച്ചിയെ, ഈ തെങ്ങ് കയറ്റേ വലിയ മെനക്കെടുള്ള പണിയാണേ. അതുകൊണ്ട് നിങ്ങൾ കൂലി കുറയ്ക്കുന്ന കാര്യമാണെങ്കിൽ അത് മാത്രം എന്നോട് പറയല്ലേ. അവൻ എങ്ങനെയോ കിട്ടിയത് എനിക്ക്. ഓ, അതിനൊന്നും അല്ലടാ, അതൊക്കെ എത്ര വേണമെങ്കിലും തരാ പറഞ്ഞതല്ലേ. പിന്നെ നിന്റെ കസ്റ്റഡിയിൽ ഏതെങ്കിലും പാവപ്പെട്ട ചെക്കന്മാരുണ്ടാ കല്യാണം കഴിക്കാനായിട്ട്? കല്യാണം കഴിക്കാൻ പറ്റിയ പാവപ്പെട്ട ചെക്കന്മാരാ? അതാ സുമിത ചേച്ചിയെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിട്ടിട്ട് വേറെ പെണ്ണിനെ കെട്ടിയ വാശി തീർക്കെ നിങ്ങളത് കെട്ടാൻ പോണാ? പിന്നെ അയാളെ പോലത്തെ പ്രാന്ത് കാണിക്കാൻ നിൽക്കല്ലേ ഞാന്. എടാ, ഇത് നമ്മുടെ ഗീതുവിന്. നീ അവൾക്ക് പറ്റിയ ഏതെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് കൊണ്ടുപോവാ. ഓ, നമ്മുടെ ഗീത കൊച്ചിനാ? അല്ല, അതിനെന്തിനു പാവപ്പെട്ടത്? നിങ്ങളുടെ അന്തസ്സിനെ പറ്റി ഒരു ചെക്കൻ തന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ. അല്ല, ഈ കാര്യം കൊറേ പറഞ്ഞാണല്ലോ. അന്നൊന്നും വേണ്ട വേണ്ട, ഇപ്പൊ എന്താ പെട്ടെന്ന് അവള് പറഞ്ഞതാ? ഓ, അവള് പറഞ്ഞൊന്നും അല്ലടാ. ഇത്രയും കാലമേ ഞാൻ എന്റെ അനിയത്തിന്റെ മകനെ കൊണ്ട് ഈ പെണ്ണിനെ കെട്ടിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചെക്കന് തീരെ താല്പര്യമില്ലേ. എന്തോ പ്രേമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. എത്ര നമ്മൾ പറയും. അതാ നീ ചോദിച്ചപ്പോഴൊന്നും ഞാൻ ഇവൾക്ക് നോക്കുന്നില്ല പറഞ്ഞത്. പക്ഷെ ഇനി നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ലടാ. പെണ്ണിന് 10-20 വയസ്സായില്ലേ. ദിവസം ഈ കോളേജിലും അവിടെയൊക്കെ പോകുന്നോണ്ടേ ഏതെങ്കിലും നല്ല ബന്ധവും പിടിച്ചുകൊണ്ട് വന്നാലേ ഞാൻ വിട്ടുപോകും. അല്ല, ഇതിപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ട് അതേ നല്ല ബന്ധം കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് എന്താ പ്രശ്നോ? ഈ കാണുന്ന വീട് സ്ഥലമൊക്കെ ആ കുട്ടിന്റെ അല്ലേ? ആ, അതന്നെയാ പ്രശ്നം. പെണ്ണിന്റെ 5-ാമത്തെ വയസ്സിൽ അവളുടെ അച്ഛനും അമ്മയും പോയതല്ലേ. ബാക്കി ഇത്രയും വർഷം വരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ഞാൻ ഒറ്റൊരുത്തിയാ. അതൊക്കെ വെറുതെ ആവും പറഞ്ഞിട്ടാ നല്ല പൈസ ചെലവായിട്ടുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും ആൾക്കാർ ഈ വീട് സ്ഥലമൊക്കെ കണ്ടിട്ട് അവളെ കെട്ടാൻ വന്നാലേ കല്യാണ സമയത്ത് ഇതൊക്കെ ഞാൻ അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആരായി? അതന്നെയാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ചെക്കനെ കൊണ്ടുവന്ന്. അതാണ് ഈ കല്യാണ സമയത്തെ 5-10 കൊടുത്താ അതോടെ ഒഴിവായല്ലോ. അങ്ങനെ പറയ്. അതല്ലേ ഞാനും നോക്കണ്. അതായത് ആ പെണ്ണ് ഏതെങ്കിലും ഒരു ചെക്കനെ തലയിൽ കെട്ടി വെച്ചിട്ട് ഈ വീട് സ്വത്തൊക്കെ നിങ്ങക്ക് കൈക്കലാക്കണല്ലേ? ഒന്ന് പതുക്കെ പറയടാ. അതിനല്ലേ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. വെറുതെ ഒന്നും വേണ്ട, നല്ല കമ്മീഷൻ തരാം. പറ്റില്ലെങ്കിൽ പറ, വേറെ ആരെങ്കിലും നോക്കാം.
പറ്റാണ്ട് എന്താ സുമതി ചേച്ചി? പൈസ കിട്ടി ഞാൻ എന്തും ചെയ്യും നിങ്ങൾക്ക് അറിയില്ലേ? അതെനിക്ക് അറിയുന്ന കൊണ്ട് തന്നെയല്ലേ നിന്റെ അടുത്ത് തന്നെ കാര്യം പറഞ്ഞത്. പിന്നെ ഇനിയും വെച്ച് നീട്ടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നടത്തണം. പക്ഷെ കൊണ്ടുവരുന്ന ആള് നമ്മൾ പറയുന്ന രീതിക്കായിരിക്കണം, ഒരു അയ്യോ ഭാവം. എന്നാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കറക്റ്റ് സമയത്താ സുമതി ചേച്ചി നിങ്ങൾക്ക് എന്നോട് ഈ കാര്യം പറയാൻ തോന്നിയത്. സുമേഷില്ലേ, അവന് കല്യാണം നോക്കി നടക്കുകയെന്ന്. പക്ഷെ ഈ പണിയായതുകൊണ്ടല്ലോ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തന്നെ ഇപ്പൊ 10 പണം കാണിച്ചു കൊടുത്തേ. പക്ഷെ ചെക്കൻ ആള് സൂപ്പറാട്ടോ. 2 പെങ്ങളുണ്ടായിരുന്നു, രണ്ടിനെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ചെറിയ വീട് എടുത്തിട്ടുണ്ട്. അവിടെ അമ്മ ഇവൻ ഒറ്റയ്ക്കാണേ, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. പക്ഷെ അവന് 10-33 വയസ്സുണ്ട്. നമ്മുടെ ഗീതിന് 20 ആയിട്ടുള്ളൂ. ആ കുട്ടി സമ്മതിക്കുവോ? അതൊന്നും നിങ്ങൾ നോക്കണ്ട. ചെക്കൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കാണാൻ വരാൻ നോക്ക്. പെണ്ണ് കുറച്ച് കഴിഞ്ഞാൽ കോളേജ് വിട്ട് വരും. തേങ്ങ ഇനിയിപ്പൊ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതാദ്യം നടക്കട്ടെ. അല്ല, അതിന് തെങ്ങേറ്റക്കാരനെ കെട്ടാനേ ആ പെണ്ണ് സമ്മതിക്കുവോ? അതിന് അവളുടെ സമ്മതമൊക്കെ ആരാ ബാബു നോക്കണത്? ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം അവള് കിടക്കില്ല. പിന്നെ ഇപ്പൊ തൽക്കാലം ചെക്കൻ എന്താ പണിന്നൊന്നും പറയണ്ട. ഈ പെണ്ണ് കാണലൊന്ന് കഴിയട്ടെ. എന്നാ പിന്നെ ഇത് നടത്തിയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ ചെക്കൻ സമ്മതിക്കുവോ കണ്ടാ? അത് സാരില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ കല്യാണം കഴിയുന്നതോടുകൂടി ഈ 35 സെന്റ് സ്ഥലവും വീടും നിങ്ങക്ക് സ്വന്തം. ഇത് ഏതാ സ്ഥലം എന്നറിയാലോ? മുനിസിപ്പാലിറ്റിയാ. 1.5 കോടിന്റെ മുതലാണേ. അപ്പൊ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം. ഓ, അതൊക്കെ ഞാൻ ഏറ്റു. നീ എത്രയും പെട്ടെന്ന് ആ ചെക്കനെ വിളിച്ചിട്ട് ഒന്ന് മാറ്റിട്ട് കൊണ്ടുപോവാ. അത് ഞാൻ ഏറ്റു. പൈസ കിട്ടുന്ന കാര്യമായ ഈ ബാബു എന്തും ചെയ്യും. മോനെ സുമേഷേ, മോനെ അതിട്ടിട്ടേ പെട്ടെന്ന് നിങ്ങൾ വന്നേ. ബാബോട്ട് ഇനി 3-4 തെങ്ങ് കയറാനുണ്ട്. എടാ അതൊക്കെ പിന്നെ കയറാന്ന്. ഇപ്പോഴേ ഒരു കൂട്ടർ വിളിച്ചിട്ടുണ്ട്, ഒന്ന് പെണ്ണ് കാണാൻ ചെല്ലാൻ വേണ്ടി. നീ വേഗം പോയിട്ട് കുളിച്ചിന്ന് ഡ്രസ്സ് മാറ്റി വേഗം വാ. പെണ്ണ് കാണാൻ പോനോ ഈ സമയത്തോ? എന്റെ സുമേഷ്, ഇതിന് അങ്ങനെ നേരവും കാലവും ഒന്നും ഇല്ലടാ. എത്ര പെണ്ണാടാ ബാബോട്ട നിനക്ക് വേണ്ടി കാണിച്ചു തന്നത്? ഏതെങ്കിലും ശരിയായിണ്ടാ? നിന്റെ കല്യാണം നടക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടടാ. എന്തായാലും ബാബോട്ട നിന്നെ കൊണ്ട് കെട്ടിപ്പിച്ചിട്ട് അടങ്ങും. എടാ മോനെ, ഇത് മിക്കവാറും നടക്കും. മോനൊന്ന് വേഗം പോയി മാറ്റിട്ട് വാ. അല്ലപ്പോ ഞാൻ മാറ്റിട്ടേ എവിടെ സ്ഥലം വെച്ചാ അവിടെ വന്നാ പോരെ. മോനെ, നിന്റെ വീട് ഇവിടുന്ന് 15 മിനിറ്റ് അല്ലേ ഉള്ളൂ. മോനൊരു സ്കൂട്ടി ഇല്ലേ? പോയി മാറ്റിട്ട് ഇങ്ങോട്ട് വാ. പെണ്ണിന്റെ വീട് ഈ പരിസരത്ത് തന്നെയാണ്. നീ ചെല്ലടാ. പിന്നെ മോനെ, നീ എന്നത്തെയും പോലെ വെള്ളം മുണ്ടെടുത്ത് വരണം കേട്ടോ. ഒരു പാന്റ് തല്ലിക്കയറ്റ്. അതുപോലെ സ്കൂട്ടി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വന്നാ മതി. അതിന് പോട്ടെ, അതൊക്കെ ഉണ്ട്. നീ വേഗം മാറ്റി വാ. ഇപ്പൊ എങ്ങനെ ഞാനൊന്ന് ടാലിയാക്കുക. ചെക്കനാണെങ്കിൽ ആരെയും പറ്റിക്കാത്ത കൂട്ടത്തില. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വരട്ടെ അവൻ. അല്ല ബാബു, ചെക്കൻ കുറെ നേരമല്ലേ പോയിട്ട്, ഞാൻ വരില്ലേ? നമ്മളെ പോലെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ചെക്കനില്ല. അവൻ വാക്ക് പറഞ്ഞ വാക്കാ. അവനെത്തും. അല്ല, ഇവളെന്ത് പറയുന്നത്? പെണ്ണ് സമ്മതിക്കുവോ? അതൊന്നും നിങ്ങൾ നോക്കണ്ട. കോളേജിൽ നിന്ന് വന്ന പാടേ ഒരു കൂട്ടർ കാണാൻ വേണ്ടിട്ട് വേഗം മാറ്റി നിൽക്കുക പറഞ്ഞതാ. അവളൊക്കെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. എന്തായാലും നന്നായി. അല്ല, ചെക്കൻ വരുന്നുണ്ടല്ലോ. നിങ്ങൾ പോയിട്ട് ആ പെണ്ണ് റെഡിയാക്കി നിൽക്കി. ഞാൻ ചെക്കനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ കയറ്റ. എന്നാ പിന്നെ വേഗം വരി, ഞാൻ അകത്തുണ്ട്. എന്താടാ മോനെ, കുട്ടപ്പനായിരുന്നല്ലോ. എന്നാ വാ, വന്ന് ആത്തേര്. അല്ല ബാബോട്ടാ, ഇവിടെ നിനക്ക് ഇരുന്ന് നമുക്ക് പെണ്ണ് കാണാൻ പോണ്ടേ? അത് പോവാടാ. അപ്പോഴേക്കും തിരക്കായോ? എടാ, ഇവിടത്തെ നേരം പണിയെടുത്തല്ലേ, അവിടെ എന്തോ വെള്ളമോ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അത്ര. നീ വാ, ഒന്ന് കുടിച്ചിട്ട് പോവാ. വേം വാ വാ ബാബോട്ടാ. ചേടാ, നീ എന്താണ് ഈ പെണ്ണുങ്ങളെ പോലെ അവിടെ തന്നെ നിൽക്കുന്നത്? വാടമോനെ വന്നിരിക്കി. പാപ്പോട്ടാ, പാടാ അവിടെ ഇരിക്കി. ഓ, എന്താ സുമേഷേ, അല്ല ചായയോ പലഹാരോ വേണോ? എന്താടാ സൗണ്ട് ഒന്നും പുറത്തു വരാത്ത? നീ എന്തിനാടാ പേടിക്കുന്നത്? ബാബുവേട്ടൻ ഇവിടെ ഇല്ലേ? ശേ, എന്നാ സുമതി ചേച്ചിയെ ചായയും വെള്ളമൊന്നും ഇനി എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അവളെ വിളിക്ക്.
മോളെ ഗീതു വാ. അവിടെ നമുക്ക് പോണ്ടേ? നിക്കടാ, കുറച്ചിരിക്കി. അപ്പൊ മോളെ ഇതാണ് ഞങ്ങള് പറഞ്ഞ ചെക്കൻ, ശരിക്കും നോക്കിക്കോ. പിന്നെ മോളാരും നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. 5-ാമത്തെ വയസ്സിൽ തന്നെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റില്. പിന്നെ ഈ കൂടപ്പറപ്പ് എന്ന് പറയാനും ബന്ധുക്കളും ആരും ഒന്നും ഇല്ലാലോ, എല്ലാം ഈ അമ്മയും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഏകദേശം ഇവനും ഇപ്പൊ വലിയൊരു കമ്പനിയില് എന്തോ സൂപ്പർവൈസറാ, നല്ല ശമ്പളമാണ്. അപ്പൊ സുമതി ചേച്ചിയെ, ഇപ്പൊ മക്കൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാകുകയാണെങ്കിലേ ഇപ്പൊ ചോദിക്കാനും പറയാനും വേറെ ആരും ഇല്ലാലോ. ഇപ്പൊ നിങ്ങൾ എന്താ വെച്ചാ പറയും. എന്റെ കാര്യം അറിയാലോ, ആണായിട്ടും പെണ്ണായിട്ടും 2 മക്കളാ. 2ഉം കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് ദുബായിൽ തന്നെ. അവരിത്രയും സെറ്റപ്പിൽ കഴിയുമ്പോഴേ എന്റെ മോള് മാത്രം ഇവിടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആങ്ങളുടെ മോളന്നെയാ. പക്ഷെ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, സ്വന്തം കുട്ടിയായിട്ട് തന്നെയാ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എനിക്കാണെങ്കിൽ ഇതാ പ്രായമായും വരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നോക്ക് പിന്നെ ആരാ ഉള്ളത്? ആരുടെയെങ്കിലും കയ്യിൽ പെട്ടെന്നൊന്ന് ഏൽപ്പിക്കണം, എന്നാലേ എനിക്കൊരു മനസ്സമാധാനമാവുള്ളൂ. അതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിലേ എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. നീ വെച്ച് താമസിപ്പിക്കേണ്ട ബാബുവോ? എനിക്കും അതേ പറയാനുള്ളൂ. എന്തിനാ എങ്ങനെ വെറുതെ വെച്ച് നീട്ടുന്നത്? പറയാലോ മോളെ, നല്ല ചെക്കനാ, നിന്നെ പൊന്നുപോൽ നോക്കും, എന്റെ ഉറപ്പാ. അപ്പോ സുമതി ചേച്ചിയെ, കുട്ടികളുടെ ജാതകം അങ്ങ് നോക്കുകയാണെങ്കിലേ പെട്ടെന്നൊരു ഡേറ്റ് കാണാല്ലേ? ഓ, എന്ത് ജാതകം? നമ്മളുടെ അച്ഛനും അമ്മയെ ജാതകം ഇതൊക്കെ നോക്കി 10-ൽ 10 പൊരുത്തമായിട്ടൊക്കെ കല്യാണം കഴിച്ചതാ. എന്നിട്ടിപ്പോ എന്തായി ബാബുവോ? അതുകൊണ്ടിപ്പോ നമുക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ല. മോന്റെ വീട്ടിൽ ആരെന്തെങ്കിലും ചോദിച്ചിട്ടേ നിങ്ങളൊരു ഡേറ്റ് കാണേ, നമുക്ക് പിന്നെ എന്നാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഓ ആയിക്കോട്ടെ. എന്നാ മോളിഞ്ഞ് ഇവിടെ നിന്നിട്ട് മുഷിയൊന്നുമില്ല, കോളേജ് വിട്ട് വന്നല്ലേ ഉള്ളൂ. മോള് പോയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിച്ചോ. ശരി. അവിടെ നിങ്ങളെ കൂടെ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരടാ. മോൻ്റെ കാര്യം ചെയ്യും, കുറച്ചു നേരം പുറത്ത് വന്നിട്ട്. ബാബോട്ട ചെല്ലടാ, ബാബോട്ട അങ്ങോട്ട് വരാ, ചെല്ല്. അല്ല ബാബു, ഇപ്പൊ എന്താ നടന്നത്? ഇതാണ് ആ പെണ്ണ് കാണല്ലേ? അങ്ങനെ വിസ്തരിച്ച് പെണ്ണ് കാണാൻ നിന്നാ എല്ലാം കോളവും. ഈ ബാബുവിനോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് വെടുപ്പായിട്ട് നടത്തിയിട്ട് ഞാൻ അടങ്ങും. പക്ഷെ പൈസന്റെ കാര്യം, പിന്നെ ഈ പെണ്ണ് കാണാൻ വന്നതിന് ചെറിയൊരു കമ്മീഷൻ ഉണ്ട്. ഞാൻ വിളിക്കാം, ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. ഇവ എന്നെക്കാളും വലിയ വില്ലനാണല്ലോ. അല്ലാത്ത ബാബു തന്നെ. ഇത്തിരി പൈസ കൊടുത്താലെന്താ? എല്ലാം ഒന്ന് വേഗം നടത്തി തന്നാ മതിയായിരുന്നു. എന്താ ബാബോട്ടാ, ഞാനൊരു പാവമായതുകൊണ്ടാണ് നിങ്ങളെ കൂടി എന്നെ പറ്റിക്കാൻ നിൽക്കുന്നത്? ആ കോളേജിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടിക്കാണ് തെങ്ങിറ്റക്കാരനെ എന്നെ കല്യാണം ആലോചിക്കുന്നത്. എന്താടാ മോനെ സുമേഷേ, ഈ ബാബോട്ട് നിന്നെ പറ്റിക്കും തോന്നുന്നുണ്ടാ? എടാ, അതൊരു പാവം കൊച്ചാടാ. ആ കുട്ടിന്റെ അവസ്ഥ ഞാനും പറഞ്ഞ് നീയും കേട്ടതല്ലേ? എടാ, ആ പെണ്ണുങ്ങൾക്ക് ഈ വീട് സ്വത്ത് എങ്ങനെയും കൈക്കലാക്കണം. അതിന് ആ പെൺകൊച്ചിനെ ആരുടെയും തലയിൽ കെട്ടിവെക്കണം, അത്രയേ ഉള്ളൂ. എടാ, ഇപ്പൊ വേറൊരുത്തം വന്ന് കെട്ടാൻ നോക്കിയതാണെങ്കിൽ ഈ വീട് ആരുടെ, എന്റെ സ്ഥലം ആരുടെയാണ് മറ്റേ 100 ചോദ്യം ചോദിക്കില്ലേ? അപ്പൊ ആ പെണ്ണുങ്ങൾ കൊടുക്കില്ലേ? നീ ആകുമ്പോഴോ? അല്ല, നീ എന്നോട് എന്താണ് ചോദിച്ചത് മോനെ? ബാബുവട്ട ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി മതി, സ്വത്തോ സ്ത്രീധനോ ഒന്നും വേണ്ട, നീ പൊന്നുപോലെ നോക്കാന്നല്ലേ? എടാ, അത്രയേ ബാബോട്ടം ചെയ്തുള്ളൂ എന്ന്. കല്യാണം കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ലടാ, ഇവിടെ 0 ആണ്. തള്ള എല്ലാ സ്വത്തും ഇത് വാങ്ങിച്ചിട്ടേ ഈ കല്യാണം നടത്തേരുള്ളൂ. പൊന്നു മോനെ സുമേഷേ, ഒരുപാട് സ്ഥലത്ത് നിന്നെയും കൊണ്ട് ഞാൻ പെണ്ണ് കാണാൻ പോയതല്ലേ. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമായാ? ജന്മത്തില് നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ല, അതെന്റെ വാക്കാ. അതുകൊണ്ട് നീ മിണ്ടാതിരുന്ന ഈ കുട്ടിനെയും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ നിനക്ക് ജീവിക്കാം. എടാ, 10-15 പവൻ സ്വർണം ഞാൻ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചു തരടാ, അത് നീ ബോണസായി കൂട്ടിക്കോ. പിന്നെ മോനെ, ഇന്നൊരു 6-7 തെങ്ങി കയറില്ലേ, അതിന്റെ കൂലി ഇന്നത്തെ പെണ്ണ് കാണാൻ കമ്മീഷനായിട്ട് ഞാനങ്ങ് അവിടെ നിന്ന് മേടിച്ചെടുക്കും കേട്ടോ. എന്നാ ശരി.
അതെ, എനിക്കൊരു കാര്യം സംസാരിക്കേണ്ടായിരുന്നു. എന്താ? മൂപ്പര് പറഞ്ഞ പോലെ ഞാൻ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ടൊന്നുമല്ല ജോലി ചെയ്യുന്നത്. ഞാനൊരു തെങ്ങുകയറ്റക്കാരനാ. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നല്ല കേട്ടോ. ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടല്ലേ, അതുകൊണ്ട് എനിക്ക് ആരോട് എന്താ എങ്ങനെ സംസാരിക്കണം ഒന്നും അറിയില്ല. 2 പെങ്ങന്മാരുള്ളത്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ച. പിന്നെ ഒരുപാട് ബാധ്യത ആയതുകൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി തെങ്ങുകയറ്റത്തിൻ്റെ പണിക്കിറങ്ങിയതാ. വേറെ പണിക്കൊന്നും പോയാൽ എനിക്ക് എൻ്റെ കുടുംബത്തിനൊന്നും ആവില്ല. ഇതാകുമ്പോൾ ദിവസം 2,500 കിട്ടി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തത്. ഇപ്പം 30-33 വയസ്സായേ. ഈ പണിക്ക് ആരും പെണ്ണുന്നില്ലാതെ അറിയാം. എന്നാലും കുറേ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. എല്ലാവിടെ നിന്ന് നാണം കെട്ടി ഇറങ്ങി വന്നതാ. ഇത് സത്യമായിട്ട് എത്ര കഷ്ടപ്പെട്ടാലും ഒരാൾ ഇതുവരെ ഞാൻ പറ്റിച്ചിട്ടില്ല. ഞാനിവിടെ തെങ്ങ് കയറാൻ വന്ന രാവിലെ. അപ്പോൾ ഇവരൊക്കെ കൂടി എന്തൊക്കെയോ പറഞ്ഞ ഈ കോമാളി വേഷം കെട്ടിച്ചതാ. ഞാൻ ഒന്നും വിചാരിക്കല്ലേ, പേടിക്കണ്ട കേട്ടോ. ഞാൻ തന്നെ ഈ കല്യാണം വേണ്ട പറയാം. അതെ കുട്ടി ഒന്നിക്കോ. അത് ഞാൻ ബാബോട്ടനോട് ഈ കല്യാണം വേണ്ട പറഞ്ഞതാ. പക്ഷെ കുട്ടീൻ്റെ അമ്മായി ഓക്കെയാണ് പറഞ്ഞിട്ട് ബാബോട്ടൻ വീട്ടിൽ അമ്മനോട് ഒരു ഡേറ്റ് ഒക്കെ കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു കേട്ടോ. കുട്ടി പേടിക്കൊന്നും വേണ്ട, ഈ കല്യാണം ഞാൻ തന്നെ മുടക്കാം. അത് പറയാൻ വേണ്ടി വന്നതാ. ആ സാരില്ല, അമ്മായിൻ്റെ അടുത്ത് ഞാൻ തന്നെയാ പറഞ്ഞത് ഓക്കെയാന്നുള്ളത്. എന്താണോ പറയുന്നത്? എന്നെ പോലെ ഒരാൾക്ക് ഞാൻ എവിടെ കിടക്കുന്നത്? എടോ, തനിക്ക് നല്ല ജോലി വിദ്യാഭ്യാസമൊക്കെയുള്ള നല്ലൊരാളെ കിട്ടും. ഇനിയിപ്പോൾ അമ്മായി ആരെയും കൊണ്ടുവരുന്നില്ലെങ്കിൽ പേടിക്കുന്ന വേണ്ട കേട്ടോ. എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ഞാൻ അങ്ങോട്ട് പെണ്ണാണ് അയക്കുന്നുണ്ട്. അച്ഛനും അമ്മയും പോയ ശേഷം അമ്മായിനെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കിയതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, എൻ്റെ ഉള്ള സ്വത്ത് കണ്ടിട്ട് മാത്രമാണ്. അല്ലെങ്കിലും ഇക്കാലത്ത് എല്ലാവർക്കും പൈസ മാത്രം മതിയല്ലോ, വേറെ ആരാ നോക്കുക? പക്ഷെ ഒരു പരിചയമില്ലായിട്ടും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഇത്രയും കാലം സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ വന്ന അത് കിട്ടുന്നൊരു തോന്നല്. പറയാതിരിക്കാൻ വയ്യാലോ, നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. അതാ ഞാൻ മൊയ്തീനെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞതേ. അല്ലെങ്കിലും ബിരിയാണിയൊക്കെ ഇവര് വെക്കണം, എന്നാലും അതിൻ്റെ ഒരു ഗുമ്മ് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഈ ബാബുവിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് വെട്ടുപ്പായിട്ടൊക്കെ നടത്തരും. ഇപ്പൊ ഒന്നും അറിയാണ്ട് രണ്ടിൻ്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഇനിയിപ്പോ 1 മാസം കൂടി കഴിഞ്ഞാൽ രണ്ടിനെയും കല്യാണാ. അത് കഴിഞ്ഞ് ഇത്രയും സ്വത്തിന്റെ ഉടമസ്ഥ നിങ്ങളല്ലേ? ഒന്ന് പതുക്കെ പറ ബാബു, ഐറ്റങ്ങളൊന്നും പോട്ടെ. അവരറിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഒപ്പിടുന്ന സമയത്ത് ഇപ്പൊ എല്ലാരും അറിയല്ലോ. നിങ്ങൾ അത് വേടി പറഞ്ഞ കമ്മീഷന്റെ പകുതിയെ തന്നിട്ടുള്ളൂ. ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയും കൂടി കിട്ടിയ എനിക്കൊരു സമാധാനമായതേ. ഒരു ചെറിയ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, അഡ്വാൻസ് കൊടുക്കാനാ. ഒരു കല്യാണത്തിന്റെ കമ്മീഷൻ കൊണ്ട് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനൊക്കെ ആയില്ലേ? നീ കൊള്ളാലോ ബാബു. എന്റെ സുമത ചേച്ചി ഇങ്ങനെ കണ്ണ് വെക്കല്ലേ. ഏക്കർ കണക്കിനൊന്നും അല്ല. ആ വയലിന്റെ അടുത്ത് ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. 1.5 ലക്ഷം ഉള്ളൂ, റോഡൊന്നും ഇല്ല. എന്തായാലും അങ്ങ് മേടിച്ചിടുക. പിന്നെ ഏതെങ്കിലും കാലത്ത് റോഡ് വന്നാലോ പറഞ്ഞിട്ട് നിങ്ങൾ തരുന്ന പൈസ കൊണ്ട് മുഴുവൻ മേടിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെറുത് കൊടുത്താൽ ബാക്കി എവിടെന്നെങ്കിലും ഒപ്പിക്കണം. എന്തായാലും നിങ്ങൾ അത് എടുത്തു തരി, എനിക്ക് പോവാലോ.
എന്താ ഒരു കല്യാണത്തിന് 5 ലക്ഷം കമ്മീഷനേ. എടാ എൻഗേജ്മെന്റ് ആകുമ്പോഴേക്കും പകുതി തന്നില്ലേ, ഇനിയിപ്പോ കല്യാണം ഒന്ന് കഴിയട്ടെ, ആ കൂടി 1 മാസമല്ലേ ഉള്ളൂ. എന്താ അത്രയും കൂടി എന്നെ വിശ്വാസമില്ല നിനക്ക്? എന്റെ സുമതി ചേച്ചിയെ, സത്യം പറഞ്ഞ പൈസന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങൾ തീരെ വിശ്വാസമില്ല. പക്ഷെ ഈ ഒരു കല്യാണത്തിന്റെ രഹസ്യ സ്വഭാവം നമുക്ക് രണ്ടാൾക്കും മാത്രം അറിയുന്നോണ്ടേ ഇതെന്തായാലും നിങ്ങൾ തരും, അതെനിക്ക് ഉറപ്പാ. അല്ല ഇപ്പൊ കിട്ടിയൊരു ചെറിയ സമാധാനമായിരുന്നു. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ. അല്ല ഇതൊന്നും മക്കളാരും എൻഗേജ്മെന്റ് വരാത്തത്? ദുബായിന്ന് 3-4 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരിക്കും എത്തില്ലായിരുന്നോ? പിന്നെ ഇവളുടെ എൻഗേജ്മെന്റ് എന്റെ മക്കൾ ടിക്കറ്റിന് പൈസ കൊടുത്തിട്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. അല്ലടാ ഇത് എന്ത് ഇച്ചികൾ അത്രയും. ഇന്നെങ്കിലും ഒരു കാർ ബുക്ക് ചെയ്തിട്ട് അവന് വന്നൂടെ? പക്ഷെ പഴയ ജീപ്പിൽ 8-10 ആളിനെയും കയറ്റിട്ട് വന്നിരിക്കണോ. എടാ അവൻ ലോട്ടറിയല്ലേ ഈ കല്യാണം, അപ്പൊ അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്തുകൂടെ? ചെക്കൻ തെങ്ങുകയറ്റക്കാരനാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവൻ വിമാനം പിടിച്ചു വന്നിട്ട് എന്താ? അല്ല ഈ നാട്ടുകാരൊന്നും ചോദിച്ചില്ലേ ഈ ഗീതു കൊച്ചിനെ ഇവനെ കൊണ്ട് എന്തിനാ കെട്ടിപ്പിക്കുന്നത്? ചോദിക്കാതിരിക്കണ നല്ല നാട്ടുകാര്. അല്ല ബാബു, ഈറ്റങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ മണത്തിറങ്ങിയെന്ന് എനിക്ക് ഒരു പിടിയില്ലാത്തത്. ആ സുശീലയും സുഭദ്രയും ഉണ്ടല്ലോ, കുത്തി കുത്തി ഇങ്ങനെ പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. പലതും വിട്ട് പറയാൻ പറ്റുമോ ഈ സ്വത്തൊക്കെ കൈക്കലാക്കാൻ വേണ്ടിട്ട് ഈ കല്യാണം നടത്തണെന്നുള്ളത്? അവസാനം സഹി കെട്ടപ്പോഴേ ഈ പെണ്ണിന് ആ ചെക്കനുമായിട്ട് കുറെ കാലമായിട്ട് അടുപ്പത്തിലാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി. പിന്നെ ഇപ്പൊ ഒന്നും ചോദിക്കാൻ വരില്ലല്ലോ. ഓ ആ പാവം കൊച്ചിനെ കുറിച്ച് എങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാൻ തോന്നി നിങ്ങൾക്ക്? ഞാൻ വിചാരിച്ചൊരു കാലം അപ്പുറത്താട്ടോ. അല്ല എന്തിനാ ഇപ്പൊ ഈ അനാവശ്യമായിട്ട് ഈ എൻഗേജ്മെന്റ് നടത്തിയത്? ഞാൻ പറഞ്ഞ പോലെ നേരിട്ട് കല്യാണം നടത്തിയാൽ പോരാനോ? ഇതിപ്പോ എത്ര പൈസ ചെലവായത്? ഈ സുമതി 1 രൂപ ചെലവാക്കണെങ്കിലേ അതിന്റെ പുറത്ത് 100 അർത്ഥങ്ങൾ ഉണ്ടാകും ബാബു. ഒരു സുപ്രഭാതത്തിൽ ഈ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടാലേ ഈ നാട്ടുകാരൊക്കെ എന്താ വിചാരിക്കുക? എല്ലാം കൂടി എന്റെ നേരെ ഇങ്ങോട്ട് തിരിയില്ലേ? ഇതിപ്പോ പെണ്ണിനൊരുത്തന്നെ ഇഷ്ടപ്പെട്ടു, ഒരമ്മന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നടത്തി എൻഗേജ്മെന്റും കല്യാണമൊക്കെ നടത്തി പറയുമ്പോഴേ എല്ലാവരും ആ ഒരു ഇതിലേ കാണുള്ളൂ. പിന്നെ അവൾക്കൊരു തോന്നല് വേണ്ടല്ലോ, വെറുതെ അമ്മായിക്ക് സ്ഥലമൊക്കെ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണെന്നുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തു തന്നല്ലേ, അപ്പൊ അതിന്റെ അങ്ങോട്ട് താണെന്ന് അങ്ങോട്ട് കൂട്ടിക്കോട്ടെ. എന്തായാലും 10 രൂപ ചെലവായാലും കുഴപ്പമില്ലടാ, ഇത് നമുക്കൊരു നല്ലതേ ആവുള്ളൂ. ഓ എന്നാലും വല്ലാത്തൊരു കാല ബുദ്ധി തന്നെ കേട്ടോ സുമതിച്ച് നിങ്ങക്ക്. ബാബോട്ടാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ സുമേഷേ ഇറങ്ങാറായടാ. മോനൊരു കാര്യം ചെയ്, മുന്നോട്ടില്ല കേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ ശരി. നിക്കടാ മോനെ, അങ്ങനെ അങ്ങ് പോയാലോ? എന്നാലും എന്റെ ബാബു, ഒരു തെങ്ങ് കയറ്റക്കാരുടെ യോഗം നോക്ക്. ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞാലേ നിന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റൂടാ അതൊക്കെ. അവരുടെ കോലം നോക്കടാ, ജീൻസ്, ടീഷർട്ട്, ഷൂ. അല്ല ഇതൊക്കെ ആരുടെ കടം വാങ്ങിച്ചായിരിക്കും അല്ലേ? എന്തായാലും പറ്റുന്ന കോലം കിട്ടിയാ പോരെടാ. കഷ്ടം തന്നെ. വന്നാ നിങ്ങളൊക്കെ നന്നായി കേട്ടിട്ട് അവിടെ ഇരിക്കല്ലേ, കുറച്ചേരം ഇരിക്കാൻ പറ. നീയേ ആ ഓലയൊക്കെ എടുത്തിട്ട് ആ സൈഡിലേക്ക് അങ്ങോട്ട് കൂട്ട്. അന്ന് വന്നിട്ട് 2 തെങ്ങിലും കയറി പെണ്ണിനെയും കണ്ടിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയതല്ലേ. ഓ പിന്നെ നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? ആ ഷൂവും ജീൻസൊക്കെ ഇട്ടിട്ടാണ് ഈ ഓലയൊക്കെ കൂട്ടിയിട്ട് നിൽക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് ആ ചക്കൻ ഇങ്ങോട്ട് വരികയെ ബാക്കി തേങ്ങ കിട്ടിയരും. അല്ല ഇനിയിപ്പോ തേങ്ങ ഇടുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, നിങ്ങൾ ഗോളടിച്ചല്ലോ. എന്നെക്കാളും ഗോളടിച്ചത് അവനല്ലടാ. ഈ 5-6 തെങ്ങി കയറുന്നതിന് 600 രൂപ കൊടുക്കാനേ എനിക്ക് വലിയ ചെലവൊന്നുമില്ല മോനെ. അതൊന്നും നോക്കണ്ട, അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്. തിന്ന ബിരിയാണി അങ്ങോട്ട് ദഹിക്കട്ടെ. അപ്പോ നീ അങ്ങോട്ടൊന്ന് വാ. ഈ പെണ്ണുങ്ങൾ എന്ത് സുമേഷ, നീ അതൊന്നും നോക്കണ്ട. അത് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിലേ അതിനും അതിന്റെ സ്വഭാവം മാറും. എന്നാലും ലോട്ടറി അല്ലടാ നിനക്ക് അടിച്ചിരിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ 2 ലക്ഷം റുപ്യ എനിക്ക് കമ്മീഷൻ തരണേ. അന്നേരം ഞാൻ പിന്നെ വർത്താനം പറയരുത്. ശരി വേഗം മാറി കെട്ടി അങ്ങോട്ട് ഇട്. കുറെ കുടുംബക്കാരൊക്കെ അല്ലേ, ഇത് വേഗം പോ നോക്ക് കേടാ.
പോവാ. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടേ. ആ മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞില്ലേ, അപ്പോൾ പുറത്തെവിടെയെങ്കിലും യാത്രയൊക്കെ പോകണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെയായിട്ട് ഞാൻ അങ്ങനെ യാത്രയൊന്നും പോയിട്ടില്ല. പക്ഷെ കുറെ സ്ഥലങ്ങളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അല്ല, ഇനിയിപ്പോ ഏതെങ്കിലും കുടുംബക്കാരന്റെ വീട്ടിൽ പോകാനുണ്ടോ? ഇല്ല, പെങ്ങന്മാരുടെ രണ്ടാളെയും മേമന്റെ വീട്ടിലൊക്കെ പോയതല്ലേ, എനിക്ക് അത്രേ കുടുംബക്കാരുള്ളൂ. പിന്നെ ഗീതുവിന്റെ കുടുംബക്കാരന്റെ വീട്ടിലൊന്നും പോകണ്ടേ? 2-3 കുടുംബക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ആരും നമ്മളെ ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ പോവാനാ? അത് സാരില്ല, നന്നായിട്ട് എന്തായാലും ലീവല്ലേ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ആ എന്നാ പോവാ. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മായി വിളിക്കുന്നു. ആ അമ്മായി. ആ, എവിടെയാ മരുമോനെ ഉള്ളത്? ഞങ്ങൾ അമ്പലത്തിൽ വന്നതാ. അമ്പലത്തിലാ? അല്ല, രണ്ടും നന്നായി പ്രാർത്ഥിച്ചാ? ആ, അല്ല ഇന്നിപ്പോ എന്താ പരിപാടി? ഒന്നുമില്ല, ഇന്ന് ഞാൻ ലീവ് എടുത്താണേ. അപ്പോൾ രണ്ടാളും കൂടി തിയേറ്ററിലൊരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിക്ക. എന്ത് സിനിമയാടാ? തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലേ അവൾക്ക് പറ്റുള്ളൂ എന്നുണ്ടാ? വീട്ടില് ടി വി ഇല്ലേ? തൽക്കാലം അത് വെച്ചു കൊടുത്തിട്ടേ മരുമോ നേരെ ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് പണിയുണ്ടടാ. എന്ത് പണി? എന്ത് പണിയെന്നോ? അതെന്താടാ, ഇതൊക്കെ അറിഞ്ഞാലേ നീ ഇങ്ങോട്ട് വരുള്ളൂ? തേങ്ങ കുറച്ച് പറിച്ചിടാണ്ട്, വേഗം വാ. അല്ലമ്മായി, നാളെ വന്നാ മതിയോ? നാളെ വരാന്നോ? എടാ, എനിക്ക് നാളെ വേറെ പരിപാടി ഉണ്ട്, നീ ഞാൻ പറയണ കേട്ടാ മതി കേട്ടാ. നിനക്കേ പെണ്ണെങ്ങനെയാ കിട്ടിയെന്ന് അറിയാലോ, എന്റെ ഔദാര്യത്തിലാ. അത് മറക്കണ്ട, വേഗം വരാൻ നോക്ക്. ചെറുപ്പം മുതൽ അമ്മ എന്നെ അത്രയ്ക്കും ദ്രോഹിച്ചിട്ടാ വളർത്തിയത്. അതുകൊണ്ട് അവനെ കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര പേടിയാ. പക്ഷെ ഏട്ടനെന്തിനാ അവരിങ്ങനെ പേടിക്കാൻ നിൽക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത. അതല്ലടോ, ഇപ്പോ അവരായതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. എന്റെ ഏട്ടാ, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ട്. ഈ തെങ്ങ് കയറ്റം പറഞ്ഞാൽ അത്ര കുറവുള്ള പണിയൊന്നും അല്ലല്ലോ. നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. എന്നിട്ട് കക്കാനും പിടിച്ചു പറിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അവന്റെ അവതാരം കൊണ്ടൊന്നല്ല, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാ ഈ കല്യാണം കഴിഞ്ഞ തന്നെ. അതുകൊണ്ട് ഇനി അവര് വിളിക്കുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് ഇങ്ങനെ അടിമയായി നിൽക്കല്ലേ. അല്ല, ഇപ്പൊ ഞാൻ വരാ പറഞ്ഞില്ലേ, ഇന്നുകൂടി മാത്രം കേട്ടോ, നീ ഞാൻ പോവില്ല. എന്തായാലും ഇവിടെ ഇരുന്നോ, ഞാൻ സ്കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങനൊരു പാവമായി പോയല്ലോ. ആ, രണ്ടും വന്നാ? പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിരിക്കണോ? വാ, ഇരിക്കേ. അല്ല മരുമോനെ, നീ ഇപ്പോഴാ പഴയ സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്? എടാ, ഞങ്ങക്ക് അതൊരു നാണക്കേടല്ലേ, നിനക്കെന്താ മനസ്സിലാവാത്തത്? അല്ലേടി മോളെ, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായില്ലേ, നിനക്ക് പുതിയൊരു കാർ എടുത്തൂടെ? എന്തേ പൈസ ഇല്ലായിട്ടാ? 12 പവനാണ് കല്യാണ സമയത്ത് ഞാൻ അവൾക്ക് കൊടുത്തത്. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില എത്രയാവട്ടാ? അതിന്റെ കൂടി പണിക്കൂലിയും GST എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ലക്ഷങ്ങളായിന്നറിയോ? ആലോചിക്കുമ്പോ തന്നെ നെഞ്ചു പൊട്ടുക. അതൊക്കെ വിറ്റിട്ട് നിനക്കൊരു കാർ വാങ്ങിച്ചു കൊടുടാ. അല്ല മോളെ, നീ അവന് കൊടുക്കാനിട്ടാ? അല്ല, അത് അവളുടെ സ്വർണ്ണല്ലേ, അത് ഞാൻ എടുക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ കാറ് വാങ്ങിക്കാൻ ഞാൻ പണിക്ക് പോയിട്ട് ഇടയ്ക്ക് ഓരോരോ കുറിയൊക്കെ വെച്ചിട്ടുണ്ട്, പൈസയൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് വാങ്ങാം. ഓ, ഭാര്യന്റെ സ്വർണ്ണം ഒന്നും എടുത്ത് വെക്കില്ലാന്ന് അഭിമാനിയാണല്ലോടാ. ഇനിയിപ്പൊ എന്തെടുത്തിട്ട് എന്താ, ഓടിക്കാൻ അറിയണ്ടേ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങക്ക് എവിടെയെങ്കിലും പോണെങ്കിലേ എന്റെ മോന്റെ കാർ അവിടെ മുറ്റത്ത് കിടക്കണ്ട്, എടുത്തിട്ട് പോന്നതില് അമ്മായിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, രണ്ടിന് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട, അമ്മായി എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്?
പോയിട്ട് ഞാൻ കുറച്ച് തിരക്കണ്ടേ. എന്ത് തിരക്കടി? അവൻ തേങ്ങ ഇടാൻ പോകുന്നുണ്ടാ? അല്ലപ്പോ നീയും അവന്റെ കൂടെ പോകാൻ തുടങ്ങിയാ ഈ മട്ടനും തേങ്ങ പെറുക്കിയിടാനായിട്ട്? പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ല പൈസ കിട്ടുന്ന പരിപാടിയല്ലേ. അവളുടെ തിരക്കത്ര. അല്ല, ഞാൻ ചിലപ്പോ നിങ്ങളുടെ ഇങ്ങനെ ഒഴുക്കി സംസാരിക്കേണ്ട കാര്യം? വളച്ചു കേട്ടില്ലാണ്ട് കാര്യം പറയാ. കല്യാണ സമയത്തെ ഓരോ തിരക്കായതുകൊണ്ട് അമ്മായിക്ക് ഒപ്പിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ ആ ബാബുവിന്റെ അടുത്ത് പറഞ്ഞിട്ടേ രജിസ്ട്രാർ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ നിങ്ങൾ രണ്ടാളും വന്നിട്ട്, നീ വല്ല തേങ്ങ ഇടാണ്ടെങ്കിൽ പയ്ക്കോ, നിന്നെ കൂട്ടണില്ല. മോൾ എന്തായാലും വന്നിട്ടേ അമ്മായിക്ക് ഈ വീടും സ്ഥലവും എഴുതി തരാന്നുള്ളൊരു പേപ്പറിൽ ഒരു ഒപ്പിട്ട് തന്നിട്ട് നീ നിന്റെ പാട്ടിനെ അങ്ങോട്ട് പയ്ക്കോ. ഇതെന്താ രണ്ടും കൂടി മുഖത്തോട് മുഖം നോക്കിയിരിക്കണേ? അല്ലേടാ മരുമോനെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല, ഞങ്ങൾ നാളെ വന്നോളാം. ഇങ്ങനെ വേണം മരുമക്കളായ. കേട്ടടാ മോനെ, എന്റെ 2 മക്കളും മരുമക്കളൊക്കെ ആയിട്ടേ ദുബായി തന്നെ സെറ്റിൽഡ് അല്ലേ. ഇത്രയും കാലം ഇവളിവിടെ ഉണ്ടായിരുന്നപ്പോ അമ്മായിക്ക് കുഴപ്പമില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴേ ഞാൻ പിന്നെ ഒറ്റയ്ക്കായില്ലേടാ. അപ്പൊ പിള്ളേരൊക്കെ പറയാ, ഈ ഇരിക്കുന്ന വീടും സ്ഥലവും ഒക്കെ എത്രയും പെട്ടെന്ന് അമ്മന്റെ പേരിലേക്ക് ആക്കിയിട്ടേ അത് വേഗം അങ്ങോട്ട് വിറ്റിട്ട് അങ്ങോട്ടേക്ക് വരാൻ. ബാക്കിയുള്ള കാലം എനിക്ക് അവിടെ ഇരിക്കാലോ. വിൽക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്നല്ലേ പട്ടിയും പൂച്ചയൊക്കെ കയറി ഇറങ്ങി, അതൊക്കെ വലിയ മെനക്കേടാവേ. അല്ല, ഇവൾക്ക് എന്തോ തിരക്കുണ്ട് പറഞ്ഞതല്ലേ? എന്നാ പിന്നെ രണ്ടും വിട്ടോ, നാളെ കറക്റ്റിന് എത്തിയാ മതി അവിടെ. എങ്ങോട്ട് പോകാനേട്ടാ? ഇതിന്റെ അച്ഛനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. അവരോർങ്ങുന്ന മണ്ണത്. ഇത് വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് വരാനാ? ഇത് എനിക്ക് അവകാശപ്പെട്ടതാ. നിർത്തടി. കല്യാണം കഴിഞ്ഞ് കുറച്ചാവുമ്പോഴത്തേക്കും നിന്റെ നാവ് പൊങ്ങിയോ? ആ സത്തെ നിന്റെ തന്തയും തലയും പോയതിനു ശേഷേ ഇത്രയും കാലം നിന്നെ പഠിപ്പിച്ചതും വളർത്തി വലുതാക്കിയൊക്കെ ഞാൻ ഒറ്റൊരുത്തിയാടി. കല്യാണത്തിന് 12 പവനായിട്ട് തന്നത് അതൊക്കെ എവിടെ നിന്നാണ് കേട്ടാ? എന്റെ മക്കൾ അവിടെ ദുബായി കിടന്ന് കഷ്ടപ്പെട്ട് അയച്ചു തന്നാടി. എന്നിട്ട് അവൾക്ക് അവകാശപ്പെട്ടാണത്രേ. മര്യാദയ്ക്ക് നാളെ വന്ന് ഒപ്പിട്ടിട്ടേ ആ വഴിക്ക് അങ്ങോട്ട് വെക്കോ. എന്റെ അച്ഛന് ഈ വീടും സ്ഥലം അല്ലാണ്ട് ഒരു 50 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നില്ലേ? എന്റെ 18ാമത്തെ വയസ്സില് അമ്മായി മക്കളും ചേർന്ന് അതിൻ്റെ ഒപ്പിട്ട് വാങ്ങിച്ചാണല്ലോ. എന്നെ പഠിപ്പിച്ചതിനും വളർത്തിയതിനൊക്കെ അമ്മായി അതുപോരെ? നീ ആള് കൊള്ളാലോടി, എല്ലാം കണക്കാക്കി വെച്ചിരിക്കാണല്ലേ. എന്നാ പിന്നെ കേട്ടോ, സെന്റിനെ 3 ലക്ഷം വെച്ച് കിട്ടും. എങ്ങനെയും പോയാ വിറ്റ 1.5 കോടി എന്റെ കയ്യിൽ കിട്ടും. പക്ഷേ അതൊന്നും ഈ അമ്മായിക്ക് പോരെ മോളെ. ഈ പൈസ കിട്ടുന്തോറുവേ അതിന്റെ ആർത്തിങ്ങൾ കൂടി വരിക. ഈ വീടും സ്ഥലവും അമ്മായിക്ക് കിട്ടിയേ പറ്റൂ. നീ എന്തായാലും ഒപ്പിട്ട് തരണം. അല്ലെങ്കിൽ എന്റെ മക്കളുടെ സ്വഭാവം അറിയാലോ, രണ്ടും വെടക്ക, എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. അവര് വന്ന് മുടുക്കി പിടിച്ചിട്ടാണെങ്കിലും നിന്റെ ഒപ്പിട്ട് വാങ്ങിക്കും. അതിന്റെയൊക്കെ ആവശ്യണ്ടാ? ഒന്ന് പറഞ്ഞു കൊടുക്കട മരുമോനെ. എന്തെങ്കിലും പണി പറയുമ്പോഴേക്കും ഓടി വന്ന് ചെയ്യുന്നത് എൻ്റെ ഭാര്യൻ്റെ അമ്മായതുകൊണ്ട് മാത്രം. കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ജീവിതത്തിൻ്റെ സന്തോഷം എന്താണ് അറിഞ്ഞത്. അല്ലാതെ അമ്മായിനെ പേടിച്ചിട്ടൊന്നുമല്ല. ഈ വീടോ സ്ഥലമോ ഇവിടുത്തെ ഒന്നും എനിക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞ പിന്നെ അമ്മായിൻ്റെ മക്കളല്ല ഏത് കൊലകൊമ്പന്മാർ വന്നാലും അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. 12ാമത്തെ വയസ്സിൽ പണിക്കിറങ്ങിയതാ. തെങ്ങി കയറിയിട്ട് കൈക്കും കാലിനൊക്കെ നല്ല ഉറപ്പാ. അമ്മായി പറഞ്ഞ പോലെ അവളുടെ മുടിയിൽ പോയിട്ട് വിരലിൽ പോലും ആരെങ്കിലും തൊട്ടാ അന്നത്തോടെ അവന്റെ അവസാനമായിരിക്കും. കേട്ടല്ലോ അമ്മായി, എൻ്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം ചോദിക്കാനും പറയാൻ ആരുമില്ലാണ്ട് നിങ്ങൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചല്ലേ. ഇനി എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ എൻ്റെ ഭർത്താവുണ്ട്. രണ്ടും കൂടി ആരെയാടി പേടിപ്പിക്കാൻ നിൽക്കുന്നേ? നിർത്തിക്കോ അമ്മായി. നിങ്ങൾ തന്ന ആ 12 പവൻ സ്വർണ്ണം ഉണ്ടല്ലോ,
അത് നാളെ തന്നെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. പിന്നെ മക്കളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിയും കളിക്കെടുത്ത് വേഗം വിട്ടോ. ഇതെന്റെ വീടാ. ഇനിയും പുറകെ നടന്ന് എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ, ആ 50 സെന്റ് സ്ഥലം എഴുതി തന്നിട്ടില്ലേ, അതും കൂടി ഞാൻ തിരിച്ചു വാങ്ങിക്കും. മോളെ വാട്ടാ. ദൈവമേ, എന്തൊക്കെയാ പറഞ്ഞിട്ട് പോണത്. ഇത് വേണമെങ്കിൽ അവൾ എടുത്തോട്ടെ, അല്ലെങ്കിൽ പിന്നെ അതുമില്ല ഇതും ഇല്ലാതിന്റെ അവസ്ഥയാകും. അല്ലടോ, നിനക്ക് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടായിരുന്നോ? ഇതുപോലെ കൂടെ നിൽക്കാൻ ഒരു ഭർത്താവുണ്ടെങ്കിൽ ഏത് പെണ്ണിനും ധൈര്യം വരും കേട്ടാ. ആ ഗതിയില്ലാത്ത രണ്ടും കൂടി ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ ആരെങ്കിലും വിചാരിച്ചാ? ഞാനാകെ ഞെട്ടിപ്പോയിടാ. തിരിച്ചൊരു അക്ഷരം പറയാൻ എനിക്ക് ആ സമയത്ത് പറ്റിയില്ല. ബാബോ, കല്യാണ സമയത്ത് 5 ലക്ഷം രൂപ എണ്ണി എണ്ണി വാങ്ങിച്ചിട്ട് പോയതാ നീ. ഇതിലൊരു തീരുമാനം എനിക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഈ വീട് സ്ഥലം എന്റെ പേരിലേക്ക് ആക്കണം വേണ്ടി നിൽക്കുക. നിങ്ങൾ എന്താ സുമതി ഒരുമാതിരി എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഒരു പാവപ്പെട്ട ചെക്കനെ ആ കൊച്ചിന് വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ? അത് വൃത്തിയായി ഞാൻ ചെയ്തില്ലേ? അല്ലെങ്കിൽ അവൻ ഇപ്പോഴും പറയുന്നത് എന്താ, ഈ വീടോ സ്വത്തോ ഒന്നും വേണ്ടെന്നല്ലേ? ഗീതു കൊച്ചല്ലേ ഇപ്പൊ കാല് മാറിയത്? അതിന് നിങ്ങൾ എന്നോട് കുറ്റം പറഞ്ഞെന്താ? എന്തായാലും 5 ലക്ഷം കമ്മീഷൻ എന്താ കല്യാണത്തിന് മാത്രമല്ലെന്ന് എനിക്കറിയാം. ആ പൈസയാണ് ഞാൻ എടുത്തൊരു സ്ഥലത്തിന് അഡ്വാൻസും കൊടുത്തു. അതുകൊണ്ട് മാത്രം ഞാൻ ഈ പ്രശ്നത്തിൽ കൂടെ നിൽക്കാം. അല്ല, നിങ്ങൾ 2 ചെക്കന്മാര് വടക്കുള്ള സാധനങ്ങളല്ലേ, ഐറ്റിയാളെ നാട്ടിലേക്ക് വരാൻ പറ, കാര്യങ്ങളൊക്കെ താനും നടക്കില്ലേ? എന്റെ പിള്ളേര് വന്നാലേ 2 ദിവസത്തിൽ കാര്യം കഴിഞ്ഞ് അവരങ്ങ് തിരിച്ചു പോകും. അറിയാലോ സ്വഭാവം, വെട്ടൊന്ന് തുണ്ട് 2 പാർട്ടികളാ. ഇനിയിപ്പൊ വന്നിട്ട് ആ പെണ്ണിന് എന്തെങ്കിലും ചെയ്താലേ എന്റെ മക്കളുടെ ജീവിതമായിരിക്കും പോവുക. ഇടാ, നാട്ടിലുള്ള സമയത്ത് തന്നെ അവർക്ക് ഇല്ലാത്ത കേസുകളില്ല. എത്ര ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് അത് ഒതുക്കിയിട്ട് അങ്ങോട്ട് അയച്ചെന്നറിയോ? ഇപ്പഴാ കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് ഒന്ന് സമാധാനത്തിൽ ജീവിക്കണത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നാലേ അത് ശരിയാവും തോന്നില്ല ബാബു. നീ പിള്ളേരറിയാണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറ. വേണമെങ്കിൽ ഒരു 5 കൂടി കൂട്ടിത്തരാ. നീ ഇക്കാര്യത്തിൽ വിട്ടൊന്നും അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ പല ഉടായ്പകളും നടത്തിയിട്ടുള്ളവനാ ഞാൻ. പക്ഷെ ഈ മക്കളും പേരമക്കളൊക്കെ ആയപ്പോഴേ അതങ്ങ് വിട്ടതാ. പക്ഷെ നിങ്ങൾ ഈ പൈസ തന്ന് ബാബുനെ വീണ്ടും വഴക്കാക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ പറഞ്ഞ 5 കൂടി ഒരു 10 കൂടി തന്ന വെട്ടുപ്പായിട്ട് കാര്യം നടക്കും. നമ്മുടെ കുട്ടിക്കാട്ടിലെ പ്രകാശം ടീമും ഉണ്ട്, ഈ പാർട്ടീന്റെ ഗുണ്ടകളാ. ഇപ്പൊ ഈ ഇലക്ഷൻ ആയ സമയത്ത് പിള്ളേർക്ക് പണിയൊന്നുമില്ല. ഇപ്പൊ കയറി എന്തെങ്കിലും ചെയ്താലേ അത് വോട്ടിനെ ബാധിക്കാലോ. അപ്പൊ അവന്മാരെ ഇറക്കിയ തിരിച്ചെവി അറിയേണ്ട കാര്യം നടത്തും വേണ. നീ എന്ത് വിവരക്കേടാ ബാബു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആയിട്ടങ്ങൾ പോയിട്ട് ഈ 2 എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ കയ്യിലുള്ള 10 പോയി അവസാനം ഞാൻ തൂങ്ങേണ്ടി വരും. പിന്നെ നിങ്ങൾ കൊടുത്ത 10 ലക്ഷത്തിന് ആളെപ്പല്ല നടക്കല്ലേ, അതിനൊക്കെ കോടികൾ ഇറക്കേണ്ടി വരും എന്റെ സുമതി വെച്ച്. ഇതൊന്നും അല്ല, ഇവന്മാര് പോയിട്ട് അവരെ വീട്ടിൽ പോയിട്ടൊന്ന് ഭീഷണിപ്പെടുത്തും. ഇനിയിപ്പൊ അതിനും പറ്റിയില്ലെങ്കിൽ കൈയും കാലും തല്ലു ഓടിച്ചിട്ടാണെങ്കിലും ഒപ്പിട്ട് വാങ്ങിച്ചിരുന്ന്. എന്റെ ബാബു, ഇതൊന്നും നടക്കുന്ന കാര്യമില്ലടാ. അവസാനം കേസും കൂട്ടുമായിട്ടുണ്ടെങ്കിലേ ഇവന്മാര് ജയിലിൽ പോയാൽ ഞാൻ അതിന്റെ പുറകെ ഓടേണ്ടി വരും. എങ്ങാനും ഇറക്കാൻ പറ്റിയില്ലെങ്കിലോ അവന്മാര് എന്റെ പേര് പറയില്ലേ, പിന്നെ ഞാൻ പോയി കിടക്കേണ്ടി വരും അവിടെ. ഈ തല്ലും കൂട്ടത്തിനൊക്കെ ആണെങ്കിലേ എന്റെ പിള്ളേരെ വിളിച്ചാ പോരെ? 10 ലക്ഷം കൊടുത്തിട്ട് ഇവരെ വെക്കേണ്ട വല്ല കാര്യമുണ്ടാ? നീ നേക്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയടാ. ഇതിപ്പോ അതും പറ്റില്ല ഇതും പറ്റില്ല പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടക്കാനാന്ന്? ഇതുപോലത്തെ ഉടായ്പ കാലത്തിനൊക്കെ കുറച്ച് റിസ്ക് എടുത്താലേ പറ്റൂ. ഇതിപ്പോ കൈ നനയാണ്ട് മീൻ പിടിക്കണം പറഞ്ഞ അതുപോലത്തെ ഒന്ന് ചെയ്തിട്ടാണല്ലോ അപ്പൊ ഈ ഗതിയിലെത്തിയത്. ഇത് അല്ല, ഈ കല്യാണ മണ്ഡപത്തിന് ഗീത കൊച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ഏതോ ഒരു ചെക്കനോട് സംസാരിച്ചിരിക്കുന്നുണ്ടല്ലോ. അല്ല, അവനോട് മാത്രം അവള് മിണ്ടിയിട്ടുള്ളേ, അതാരാ? ഓ, അതാ ഗിരിജന്റെ മോൻ സന്ദീപാണേ. ചെക്കനെ പെണ്ണിങ്ങനെ ആയാലും ചെറിയ സാധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവളാണെങ്കിൽ കുടുംബത്തില് അവൻ്റെ അടുത്ത് മാത്രമേ അതിലൊക്കെ സംസാരിക്കുള്ളൂ. 2 ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അവൾക്കാണെങ്കിൽ കോളേജിൽ പോകണമെന്നേ ഉള്ളൂ, ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെക്കൻ മാത്രമേ ഉള്ളൂ. ആ, നമ്മുടെ ഗിരിജന മോനായിരുന്നാ?
അവനിപ്പോ ജോലിയും കാര്യങ്ങളൊന്നും ആയില്ലല്ലോ. ഇനിയിപ്പോ ചെക്കൻ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കട്ടോ. ഈ അടിയും പിടിയൊന്നും വേണ്ട സ്ഥിതിക്ക് നമുക്ക് ഇമോഷണലി ആയിട്ട് അങ്ങ് നീങ്ങാം. ഈ പെണ്ണുങ്ങൾ പെട്ടെന്ന് അതിൽ വീഴുവേ. ഇപ്പൊ ഈ പെണ്ണ് ഡയലോഗ് അടിച്ചത് നമ്മളെ കെട്ടിയാന്റെ ഫലത്തിലല്ലേ. ഈറ്റിയാളിനെ രണ്ടിനും കൂടി പിരിച്ചാലേ പിന്നെ അവൾക്ക് പോകാൻ വേറെ വീടൊന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് തന്നെ വരില്ലേ. പിന്നെ കാര്യം എളുപ്പം സംബന്ധിച്ച്. നീ എന്താ ബാബു ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവില്ല, ഒന്ന് തെളിച്ച് പറയടാ. പൈസക്ക് ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ സുമതേച്ചി? അത് ഈ കാലത്ത്. ചെക്കൻ നല്ല ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്. ഒരു 10-50 അവന് കൊടുക്കേണ്ടി വരും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് പെട്ടെന്ന് അവിടെ ഇങ്ങോട്ട് വരാൻ പറയും, കാര്യങ്ങൾ ഞാൻ പറയാം. സന്ദീപേ, മോനെ നീ എന്താ ഇവിടെ? ഞാനിവിടെ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ചേച്ചിനോട് ഇവിടെയാണോ? ആ, ഇവിടെ തന്നെയാടാ. നീ കല്യാണത്തിന് മണ്ഡപത്തിലല്ലേ വന്നത്, വീട്ടിലേക്ക് വന്നില്ലല്ലോ. ആ, കേറിയിട്ട് പോവന്നാ. ഇല്ല ചേച്ചി, പോയിട്ട് കുറെ പരിപാടി ഉണ്ട്. പിന്നെ 2 ദിവസം മുന്നേ ഞാൻ സുമതി അമ്മായിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്ത് കാര്യടാ? അമ്മായി പറഞ്ഞത് നിങ്ങൾ തമ്മിൽ കുറെ കാലമായിട്ട് പ്രണയത്തിലാണ്, അവളോട് ഇതൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അതാ ഞാൻ നിന്റെ അടുത്തൊന്നും പറയാതിരുന്നത്. പിന്നെ അവിടെ പോയപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അറേഞ്ച് മാരേജ് ആയിരുന്നു പറഞ്ഞത്. ഇതറിയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. എന്താടാ നീ അങ്ങനെ പറഞ്ഞിട്ട്? എന്റെ ചേച്ചി, നിങ്ങൾ എനിക്ക് സ്വന്തം പെങ്ങളെ പോലെയാ. അപ്പൊ നിങ്ങളുടെ ജീവിതം നന്നായിരിക്കണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. എടാ, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത്. നീ എന്നെ സമാധാനിക്കാൻ പറയല്ലേ ചേച്ചി. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടാ? നമ്മുടെ അനുവിന്റെ ഭർത്താവ് വക്കീലല്ലേ, അതുപോലെ ഐശുവിന്റെ ഡോക്ടറും. കുടുംബത്തിലുള്ള എല്ലാവരും സ്റ്റാറ്റസ് ഉള്ളവരല്ലേ കല്യാണം കഴിച്ചത്. നീ മാത്രമാണ് ഈ തെങ്ങേറ്റക്കാരന്. ഛേ, ഇതിന്റെ പിന്നിൽ അമ്മയാണെന്ന് അറിയാൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പൊ നിന്റെ ജീവിതമല്ലേ പോയത്? സംഭവം അമ്മായിനെ ചതിക്കാൻ തന്നെയാ നോക്കിയത്. പക്ഷെ ഞാൻ വന്നു വിട്ടതേ നല്ലൊരാളുടെ അടുത്ത് തന്നെയാടാ. എന്ത് നല്ല ആള്? തെങ്ങുകയറ്റക്കാരൻ തന്നെയല്ലേ. നമ്മുടെ കുടുംബത്തിൽ എന്തേലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ വിളിച്ചിട്ട് എങ്ങനെയാടി വരിക? നമ്മുടെ കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും അങ്ങോട്ട് വരില്ലടാ. എല്ലാ കുടുംബക്കാരും എന്നോട് അങ്ങനെയല്ലേ പെരുമാറിയിട്ടുള്ളത്. അഥവാ ഞാൻ വന്നാൽ തന്നെ എന്റെ ഭർത്താവിന് എന്താ കുഴപ്പം? കക്കാനോ പിടിച്ചു പറിക്കാനൊന്നല്ലല്ലോ പോകുന്നത്. അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ട് തന്നെയാ ജീവിക്കുന്നത്. ദിവസമേ 2 മൂവായിരത്തിന് മേലെ ഉണ്ടാക്കുന്നുണ്ടടാ. കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല. എന്നെ പൊന്നു പോലെയാ നോക്കുന്നത്. എല്ലാ പെൺകുട്ടികളും അതുപോലത്തെ ഒരാളിനെയല്ലേ ആഗ്രഹിക്കുക. നീ പറഞ്ഞില്ലേ അനുവിന്റെ ഭർത്താവ് വക്കീലാണ്, ഐഷുവിന്റെ ഭർത്താവ് ഡോക്ടറാണെന്നൊക്കെ. എന്നിട്ട് എന്തെങ്കിലും അവര് സന്തോഷമായിട്ടിരിക്കണ നീ കണ്ടിട്ടുണ്ടാ? പറയുകയാണെങ്കിൽ അവര് ഡോക്ടറും വക്കീലൊക്കെയാ. എന്നിട്ടും ഭാര്യ കൊണ്ടുവന്ന് സ്വർണം പോരാവട്ടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. അത് നിനക്കും അറിയുന്ന കാര്യമല്ലടാ. ഇതുപോലുള്ളവരുടെ കല്യാണം കഴിച്ച് ഒരു ദിവസം പോലും മനസ്സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലതേ എന്റെ ഭർത്താവിന് പോലുള്ളവരാ. ഞാൻ ആ വീട്ടിലെ രാജകുമാരിയാ. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതേ ഇതുപോലത്തെ ഒരാളിനെ കിട്ടാൻ വേണ്ടിയാ. ഈ സ്റ്റാറ്റസും ജോലിയൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം മോനെ. മനസ്സമാധാനമാ ഏറ്റവും വലുത്. അയ്യോ ചേച്ചി, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ മതി സന്ദീപേ, നീ ഇങ്ങനെ എന്നോട് പറയുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. ചേച്ചി പാവ ഇപ്പോഴാ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയത്. കുറച്ച് പൈസക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തത്. ഛേ, ആ ബാബുവിനെ ഒന്ന് കാണട്ടെ. സുമതേച്ചി, സുമതേച്ചി, എന്താടാ? എന്താ നീ വെടി കൊണ്ട് പന്നിനെ പോലെ ഓടി വരുന്നത്? നിങ്ങൾ ബാക്കിൽ വന്നിട്ട് ഇവിടെ മാങ്ങി മറിച്ചു കൊണ്ടിരിക്കുകയല്ലേ? എത്ര നേരം ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ സുമതേച്ചി ഫോൺ എടുക്കാത്തത്? ഫോണകത്ത് ചാർജ് ചെയ്തിട്ടിരിക്കടാ. നീ കിഴക്കേണ്ട കാര്യം പറ. നിങ്ങൾ ആ കുടുംബക്കാരെ സന്ദീപിനെ കൊണ്ടേ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആ പ്രകാശനും ടീമിനെ ഇറക്കെ. ഇന്ന് പ്രകാശനും 4 ആളും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സുമേഷിനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അവൻ ആ വാസുകാരൻ്റെ പറമ്പിൽ തേങ്ങ വറക്കിയായിരുന്നു. ഞാൻ ഇവന്മാരെയും കൊണ്ട് അവിടെ കൊണ്ടാക്കി. എൻ്റെ സുമതേച്ചിയെ ആ മട്ടലും കൊണ്ടേ ആ 5 ആളെ എന്തടിയടിക്കുന്നു. ചക്ക ഉരുക്ക മനുഷ്യനാണ് തോന്നുന്നു. ആ തെങ്ങിക്കേറിട്ട് ചക്കൻ എന്തൊരു പവറ. ഓരോ അടിക്കും ആ പ്രകാശന കൂട്ടും കരയുന്നത് കാണണം. എൻ്റെ അമ്മ അതിൻ്റെ ഇടയ്ക്ക്
എങ്ങനെയൊക്കെയോ ജീവൻ കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. സുമതേച്ചി, ആ സുമേഷേ എന്നെ കണ്ടിട്ടുണ്ടോന്നൊരു ഡൗട്ട്. അങ്ങനെയാണ് നമ്മ രണ്ടാളുടെയും കഥ കഴിയുണ്ടോ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ബാബു, ആ സുമേഷ് നമ്മൾ വിചാരിച്ച ആളല്ലടോ. ഇവിടെ വന്ന് എന്നെ വിളിച്ചിട്ട് പോണെങ്കിലേ അവൻ ഉരുക്കാടോ, ഉരുക്ക്. അപ്പൊ നീ തന്നെയാ പറഞ്ഞു ആ പ്രകാശന്റെ മുണ്ടുകൾ രണ്ടാളുടെ തല എടുത്തിട്ട് 3 ആളുടെ കാല് വെട്ടിയിട്ടുണ്ടെന്നൊക്കെ. എന്നിട്ട് ഈ ഒരൊറ്റ ഒരുത്തിനെ തല്ലാൻ വേണ്ടിട്ട് 5 എണ്ണത്തിനെയും കൊണ്ടല്ലേടാ പോയിരിക്കണത്. എന്നിട്ട് അവന്മാരിനെയൊക്കെ തല്ലി ഓടിക്കണെങ്കിലേ ഇവരൊക്കെ എന്ത് ഗുണ്ടകളാടാ. നീ എന്താ പറഞ്ഞത് 10 ലക്ഷം എണ്ണി കൊടുക്കുന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് കൊട്ടേഷൻ കഴിഞ്ഞിട്ട് മതി പൈസ പറഞ്ഞതുകൊണ്ട് എന്റെ ഭാഗത്ത് പോയി കിട്ടിയില്ല. ബാബു, അവസാനം ആ സുമേഷറ്റ് ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേരെങ്ങാനും നീ പറഞ്ഞ മക്കളുടെ സ്വഭാവം അറിയാലോ, ആദ്യം എടുക്കണത് നിന്റെ തലയായിരിക്കും. എന്താ സുമതേച്ചി, അവസാനം നിങ്ങൾ എല്ലാം കൂടി എന്റെ തലക്കിടുക. നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ചെറ്റത്തരത്തിൽ ഞാൻ കൂട്ടുന്നത്. ആ സുമേഷ് ആ പിള്ളേരുടെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടുണ്ട്. മിക്കവാറും 1.5 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരെ. അവിടുത്തെ ബില്ലും അവന്മാരുടെ ചെലവൊക്കെ നമ്മളെല്ലാം നോക്കേണ്ടി വരും. നിങ്ങൾ കളിക്കാണ്ട് പൈസ തരണേ. പിന്നെ സുമേഷിന്റെ കാര്യമല്ലേ, ഞാൻ കുറച്ചു കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെടുപ്പായി ചെയ്ത 1 രൂപ കുറയാണ്ട് സുമതി തരുന്ന നിനക്ക് അനുഭവം ഉള്ളതല്ലേ. കല്യാണം നടത്തിയതിനെ 5 ലക്ഷോടെ സ്പോട്ടിൽ എണ്ണി തന്നത്. ഇതിപ്പോ കണ്ടവന്റെ അടിയും കൊണ്ട് അവന്റെ ഹോസ്പിറ്റലായിട്ട് അവന്റെ ബില്ലും വീട്ടുകാരുടെ ചെലവൊക്കെ ഞാൻ നോക്കണം അല്ലേ. ബാബു, മര്യാദക്ക് വിട്ടോടുന്ന്. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നേ എനിക്കറിയാം. ഇതിനൊക്കെ എന്റെ മക്കളെ പറ്റുള്ളൂ. നിങ്ങളുടെ മക്കള് വന്ന് എന്തോ ചെയ്തോട്ടെ. സുമതേച്ചി, ഈ ഒരു ചൊറിയിൽ നിന്ന് എന്നെ ഒഴിവാക്കിത്താ. ആ പ്രകാശിന്റെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവന്മാർ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നിരങ്ങുക. രാഷ്ട്രീയ ഗുണ്ടകളാണ്, നല്ല പിടിപാടുണ്ട്. നിങ്ങളുടെ മക്കളോട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ അയച്ചു തന്നിട്ട് അന്ന് സെറ്റിലാക്കാൻ പറ. എന്നാ പിന്നെ എനിക്കിതൊന്ന് ഒഴിയാലോ. എടാ, നിന്നെ പോലുള്ള ബ്രോക്കർമാനൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിലേ അത് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാ. അല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും പൈസയും കാശൊക്കെ തന്ന് സഹായിക്കാനുള്ള സഹതാപമൊന്നും ഈ സുമതിക്കില്ല. അതുകൊണ്ട് ബാബു, ഇനിയും ചേച്ചി വണ്ടി ഈ പരിസരത്തെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോടാ അവിടുന്ന്. ഓ, അപ്പൊ നിങ്ങൾ എന്നെ വെച്ച് കളിക്കായിരുന്നില്ലേ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. ഇപ്പോഴല്ലേ നിങ്ങളുടെ തനി സ്വഭാവം മനസ്സിലായത്. ഓ, ബാബു മുതലാളി ഇവിടെ ഉണ്ടായിരുന്നാ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ അല്ലേ. നിങ്ങൾ നോക്കി ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പൊ മക്കളാ പറഞ്ഞൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി അച്ഛൻ പുറത്തു പോയതാന്നേ. അപ്പോഴേ ഊഹിച്ചു 2 ഇവിടെ തന്നെ ഉണ്ടാകുന്നു. എടാ മോനെ സുമേഷേ, നീ എന്തൊക്കെയാടാ പറയുന്നത്? ബാബോട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ എവിടുന്ന് വരിക? പണി കഴിഞ്ഞ എന്താ? ഉരുണ്ട് കളിക്കല്ലേ ബാബോട്ടാ. നിങ്ങൾ ആ പ്രകാശനെയും പിള്ളേരെ ഞാൻ പണിയെടുക്കുന്ന പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കണ്ട ആൾക്കാരുണ്ട് കേട്ടാ. അമ്മ എന്താ വിചാരിച്ചേ? ഇതുപോലെ കുറച്ച് ഗുണ്ടകളെ വെച്ചാലേ അവള് പേടിച്ചോടി വന്ന് ഒപ്പിട്ടിരുന്ന. അതേടാ, ഞാൻ തന്നെയാ വിട്ടത്. ഇന്ന് നിന്റെ നേർക്കല്ലേ വന്നത്, നാളെ നിന്റെ ഭാര്യന്റെ നേർക്കാണെങ്കിലോ? ഏത് സമയം നിനക്ക് അവളുടെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഈ വീടും പറമ്പും എന്ന് എൻ്റെ പേർക്ക് എഴുതി കിട്ടണോ അതുവരെ ഞാൻ അതുപോലെ ഓരോരുത്തന്മാരുടെ വീടുവാടാ. ഒരു സമാധാനം ഞാൻ നിനക്ക് തരില്ല. അതുകൊണ്ട് മോനെ, നീ എത്രയും പെട്ടെന്ന് ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇത് വേഗം എൻ്റെ പേരിലേക്ക് ആക്കാൻ നോക്ക്. ഓ, അങ്ങനെയാണല്ലേ. എൻ്റെ അമ്മായി, ഇവിടുത്തെ ഒരു തരി മണ്ണ് പോലും ഇന്ന് വരെയായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടായി ഇറങ്ങി പോകുമ്പോഴും അവളോട് പറഞ്ഞതാ ഇതൊന്നും നമുക്ക് വേണ്ട, അമ്മായിൻ്റെ പേരിൽ എഴുതി കൊടുക്കാന്ന്. പക്ഷെ ഈ ഒരു സെക്കൻഡ് മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി അവള് വേണ്ട പറഞ്ഞാലും ഈ വീട് സ്ഥലവും അത് നിങ്ങളുടെ പേരിലാകില്ല. അത് എൻ്റെ ഉറപ്പാ. ബബടാ, ഇന്ന് 5 ആളെയല്ലേ അയച്ചുള്ളൂ. 10 20 ആളെ അയച്ചോ. അവന്മാരെന്നെ തല്ലാൻ വന്നുകൊണ്ട് മാത്രമാണ് അവരുടെ കൈയും കാലും തല്ലി ഓടിച്ചത്. അമ്മായി പറഞ്ഞ പോലെ അവളുടെ നേർക്കറ്റ ആരെങ്കിലും വന്നാ ഒന്ന് കളയും. അവന്മാരെയും വിട്ട നിങ്ങളെയും. ഈ സുമേഷ് വെറും വാക്കും അറിയില്ലെന്നറിയാലോ. എടാ സുമേഷേ, എടാ മോനെ, ഞാനിതിൽ അറിയാണ്ട് വന്ന് പെട്ടുപോയതാണ്. എന്നെ പെടുത്തിയതാ. അല്ലാണ്ട് ഞാനൊരു ദ്രോഹം നിനക്ക് ചെയ്യുന്നു തോന്നുന്നുണ്ടടാ. ചെയ്യും പാവോട്ടാ. ഇതല്ല അതിൻ്റെ അപ്പുറവും നിങ്ങൾ ചെയ്യും. അന്ന് ഈ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴേ നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായതാ. എല്ലാ കാര്യവും ഞാൻ അവളോട് തുറന്ന് പറഞ്ഞതാ. എന്നിട്ട് തന്നെ അവൾക്ക് ബോധിച്ചുകൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് തന്നെ ഞാൻ നിന്നത്. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെ ഞാൻ വെറുതെ വിട്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്തത് ചതിയാണെങ്കിലും
അതിൽ വലിയൊരു നന്മയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പാവം ഇവിടെ കിടന്ന് ഇപ്പോഴും നരകിച്ചേനെ. അവള് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലൊരു വെളിച്ചം വന്നത്. അല്ലെങ്കിൽ പാവട്ടാ നിങ്ങൾ വിവരം അറിഞ്ഞേനെ. ഡാ മതിയടാ, നിർത്ത്. നീ എവിടേക്കാടി കേറി പോന്ന്? മോനെ സുമേഷേ, ഇതൊന്നും എന്റെ പിള്ളേർക്ക് അറിയില്ല കേട്ടാ. അവന്മാർ ഇപ്പോഴും വിചാരിച്ചിരിക്കണത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വീടും പുറമ്പൊക്കെ എന്റെ പേരിലാകുന്ന. ഇവിടെ നടന്ന കാര്യങ്ങളായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവരൊരു വരത്ത് വരും സുമേഷേ. അത് പിന്നെ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. അങ്ങനെയാണല്ലേ? എന്നാ അമ്മായി ഒരു കാര്യം കേട്ടോ, ഒരൊറ്റ ആഴ്ച സമയം തരും. അതിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണം. പിന്നെ ഇവിടെ താമസിക്കാൻ പോകുന്നതേ ഞാനും എൻ്റെ ഭാര്യ. നിങ്ങളുടെ മക്കളോട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. കാരണം എൻ്റെ ഭാര്യനെ പറ്റിച്ചെടുത്ത 50 സെന്റ് സ്ഥലേ അവന്മാരെ പേരിലല്ലേ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി അതുകൂടി വാങ്ങിച്ചെടുത്തിട്ട് ഈ കളി അവസാനിപ്പിക്കും. എന്നാ വരട്ടെ ബാബു ഏട്ടാ. ഓ ശരി മോനെ. നിങ്ങൾക്കിപ്പോൾ സമാധാനമായില്ലേ? നിങ്ങളുടെ ആർത്തികാരനെ ഉള്ളതൊക്കെ പോന്ന്, അല്ലെങ്കിൽ 50 സെന്റ് സ്ഥലവും കിട്ടി സമാധാനത്തോടെ ഇരുന്നാൽ പോരായിരുന്നോ? നിങ്ങളുടെ മക്കളെല്ലാം മരുമക്കൾ ഇറക്കിയാലും അവൻ്റെ മുന്നിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും കല്യാണ സമയത്ത് ഒരു 5 ലക്ഷം റുപ്യ എനിക്ക് തന്നല്ലോ. ഈ പറ്റിച്ചും വെട്ടിച്ച് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ഒരിക്കലും നിലനിൽക്കില്ല. ആ പൈസ എടുത്ത് ആ പ്രകാശനെ ഉണ്ടാക്കി കൊണ്ടിട്ടാ അതോടെ ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ. ഇനി മേലാൽ എന്നെ വിളിച്ചു പോലെ സുമതേച്ചി, കഴിഞ്ഞു ഇന്നത്തോടെ. പോടാ പോ. അല്ലെങ്കിലും നിന്നൊന്നും കണ്ടിട്ടല്ല സുമതി പണിക്ക് ഇറങ്ങിയത്. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ നടത്തിട്ടേ അടങ്ങുള്ളൂ. ഇനി കണ്ടോ ഇവിടെ എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. ഇപ്പൊ സമാധാനമായില്ലേ? ഈ വീട് സ്ഥലം ഇനി തനിക്ക് മാത്രം സ്വന്തം. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാ ആ 50 സെന്റ് സ്ഥലം കൂടി ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരുന്നുണ്ട്. അത് കിട്ടിയില്ലെങ്കിലും സാരില്ല ഏട്ടാ. ഇതെന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാ. ഇത് തിരിച്ചു വാങ്ങിക്കാമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എന്തായാലും ഇപ്പൊ ഇത് ഓക്കെ അല്ലേ? എടോ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി. നമുക്കൊരു കുഞ്ഞു വേണ്ടേ? എല്ലാം ശരിയായിട്ട് പറഞ്ഞിട്ട് നീ തന്നെയല്ലേ മാറ്റി വെച്ചത്. ഇനിയിപ്പോ വൈകിക്കണ്ടല്ലോ. നമുക്ക് കുഞ്ഞോ? അത് താൻ അങ്ങനെ പറഞ്ഞു. നമുക്കൊരു കുഞ്ഞിനെ വേണ്ടേ? നമുക്കൊരു കുഞ്ഞുണ്ടായി, അത് വളർന്ന് വലുതായി സ്കൂളിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും ആ കുഞ്ഞിനോട് നിന്റെ അച്ഛൻ്റെ ജോലി എന്താ ചോദിച്ചാ എൻ്റെ കുഞ്ഞ് എന്താ പറയാ? അച്ഛൻ തെങ്ങുകയറ്റക്കാരനാണെന്നോ? എൻ്റെ അമ്മായി നിങ്ങളെ വെച്ച് ഞാൻ ചതിക്കാൻ നോക്കി. അതറിഞ്ഞപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് ഷോക്കായി. പക്ഷെ അന്നേ ഞാൻ തീരുമാനിച്ചതാ നിങ്ങളെ വെച്ച് തന്നെ അവർക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന്. സത്യം പറഞ്ഞാ ഞാൻ നിങ്ങളെ കരുവാക്കുമായിരുന്നു. എനിക്ക് നിങ്ങളുടെ ദേഷ്യ വാശിയോ ഒന്നുമില്ല. ഈ വീട് സ്ഥലവും എങ്ങനെയെങ്കിലും എൻ്റെ കൈക്കലാക്കണമായിരുന്നു. അതെന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നറിയാം. പിന്നെ എൻ്റെ സ്റ്റാറ്റസിനും വിദ്യാഭ്യാസത്തിനും പറ്റിയ ഒരാളിനെ ഞാൻ എൻ്റെ കോളേജിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവനും കൂടി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ഡ്രാമയ്ക്ക് ഇറങ്ങിയത് തന്നെ. പിന്നെ വക്കീലോ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു തരും. അതിൽ നിങ്ങളൊന്ന് ഒപ്പിട്ട് തരണേ. വെറുതെ ഒന്നും വേണ്ട, എത്ര വേണമെങ്കിലും പൈസ തരാം. പിന്നെ ഇത്രയും കാലം നടന്നൊക്കെ വെറൊരു സ്വപ്നമാണെന്ന് വിചാരിച്ച് ചേട്ടനങ്ങ് വിട്ടോ. അങ്ങനെ തന്നെ വേണടാ. അവൻ ഇനിയും പോരാ മോളെ, കൊടുക്ക്. ഓടെ സ്വപ്നമായിരുന്നു ദൈവമേ. രണ്ടെണ്ണത്തിന് പണി കൊടുക്കണം എന്നിട്ട് ഏത് നേരം ഇങ്ങനെ ഓരോ സ്വപ്നം കണ്ട് നടക്കലാണല്ലോ പണി. എങ്ങനെയെങ്കിലും രണ്ടും കൂടി ഒന്ന് തമ്മി തല്ലി പിരിഞ്ഞാ മതിയായിരുന്നു. ഒരലാറും
എന്തായാലും നാളെ എൻ്റെ 2 മക്കളും എത്തുന്നുണ്ടല്ലോ, ബാക്കി അവര് നോക്കിക്കോളും. ഗീതു, നീ എന്തിനാ ഓടി വരുന്നത്? ഏട്ടാ, ഇപ്പൊ സന്ദീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മായിന്റെ മക്കളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടത്രേ. എന്റെ ഗീതു, അതിനാണ് നീ ഇങ്ങനെ ഓടി വരുന്നത്. ഡോക്ടർ 3 മാസം റെസ്റ്റ് എടുക്കണം പറഞ്ഞല്ലേ. എടാ അവര് വരട്ടെ, അതിന് നിനക്കെന്താ? ഏട്ടനെ അവരെ കുറിച്ച് ശരിക്കും അറിയാനിട്ടാ. ഇവിടെ ഉള്ളപ്പോ തന്നെ ഭയങ്കര ഗുണ്ടകളായിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി. അവരെന്ത് ചെയ്യാനാ? നീ ഇപ്പൊ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. മോള് വീട്ടിൽ പോ. ഏട്ടാ, അവര് ക്രിമിനൽസാ. ഇപ്പൊ എന്തോ കണക്കാക്കി തന്നെ നാട്ടിലേക്ക് വരുന്നത്. നമുക്ക് ആ വീടോ പറമ്പോ ഒന്നും വേണ്ട. ഇനിയിപ്പോ അവര് വന്നാൽ തന്നെ ഏട്ടനൊരു പ്രശ്നത്തിന് നിക്കല്ലേ. എടാ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്നിട്ടുണ്ടാ. നീ ഇങ്ങനെ ബേജാറാണ്ട. ഗീതു ചെല്ല്, ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് വരാം. വേഗം വരണേ ഏട്ടാ. ആടോ കഴിഞ്ഞത് വരാം, മോള് ചെല്ല്. ചകേഷേ, ഇന്ന് പണിക്ക് പോയിട്ടുണ്ടോ? കൂടെ ആരാളുള്ളത്? നിങ്ങൾ 2 കൂടിയായി എൻ്റെ വീട്ടിലൊന്ന് പോയി നോക്കണേ. അവളെ അറിയണ്ട. ഒന്നുമില്ലടാ, അവളുടെ ആങ്ങളമാരെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അത് സാരടാ, അമ്മമാർ ഇങ്ങോട്ട് വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. വേണടാ, ഇങ്ങോട്ട് ആരും വരണ്ട, നീ അവിടെ നന്നായി. ആ ആ സുമതേച്ചിയെ, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? നീയാ? ഇനി നിങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല. ഈ വഴിക്ക് ഞാൻ വരില്ല പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയതല്ലേടാ. ഇപ്പൊ എന്താ ഇങ്ങോട്ടേക്ക്? ഓ, എന്റെ മക്കള് വരുന്ന വിവരം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നൈസായിട്ട് കുപ്പിക്ക് വേണ്ടി കൂടാൻ വന്നാടാ. പിന്നെ നിങ്ങളുടെ മക്കളെ കുപ്പി കണ്ടിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അതൊക്കെ പണ്ട്, ആ കാലമൊക്കെ കഴിഞ്ഞു സുമതേച്ചിയെ. അല്ല, നിങ്ങളുടെ മക്കള് വരാത്ത മുമ്പേ നിങ്ങളുടെ പെങ്ങളെ മോനെയും കൂട്ടി സുമേഷിനെ തല്ലാൻ വേണ്ടി പറഞ്ഞയച്ചു അല്ലേ? നീ ആള് കൊള്ളാലോടാ ബാബുവോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ അങ്ങോട്ട് അറിയുന്നുണ്ടല്ലോ. വെറുതെ അല്ല നാട്ടുകാരെ നിന്നെ പോലീസ് ബാബു വിളിക്കണത്. എല്ലാം അങ്ങോട്ട് മോണത്ത് കണ്ടുപിടിച്ചോളും അല്ലേ? എന്നാ കേട്ടോടാ, ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞതായിരുന്നു, എയർപോർട്ടിൽ നേരെ ഇറങ്ങി വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മതി പരിപാടി എന്നുള്ളത്. പക്ഷെ ചെക്കന്മാരത് കേൾക്കുന്നുണ്ടാ? അവർക്ക് ഒരേ നിർബന്ധോടാ. വീട്ടിലെത്തുന്നതിന് മുമ്പേ ആ സുമേഷിന്റെ കയ്യും കാലും ഓടിച്ച് ആ പെണ്ണിന്റെ ഒപ്പിട്ട പേപ്പർ വാങ്ങിയിട്ടേ ഇങ്ങോട്ട് വരൂ എന്നുള്ളത്. നീ എന്താടാ വിചാരിച്ചത്? നീ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം നടക്കില്ല എന്നാ? പൈസ കൊടുത്താലേ നിന്നെപ്പോലെ 100 എണ്ണങ്ങൾ വാലാട്ടി വരുവാടാ അങ്ങോട്ട്. ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ ആ രമേശനാ. അവൻ മിക്കവാറും ഇപ്പൊ രജിസ്ട്രാർ ഓഫീസിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. പിള്ളേർ ആ സുമേഷിനെ അടിച്ചിട്ട് ആ പെണ്ണിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവിടെ ഒപ്പിടിപ്പിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വരുന്നുണ്ടാകും. എന്തായാലും ഇത്രയും കാലം നമ്മുടെ കാര്യങ്ങളൊക്കെ എടുപ്പായിട്ട് നടത്തി തന്നതല്ലേ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേ. പിള്ളേരെ നല്ല സാധനം ഒരിക്കട്ടെ കൊണ്ടുവരിക. അന്ന് 2 അടിച്ചിട്ടേ മോൻ വിട്ടോ. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ സുമതേച്ചി? നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളുടെ മക്കളല്ല മരുമക്കളോ അവന്മാരോ തന്തമാരോ പോയാലും ആ സുമേഷിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അല്ല, നിങ്ങൾക്ക് അനുഭവമുള്ളതാണല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടല്ല ആ പ്രകാശും കൂട്ടരും ഞാൻ അയച്ചത്. എന്നിട്ട് അവന്മാരുടെ സ്ഥിതി എന്തായി? ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ നിന്ന് എണീറ്റിട്ടില്ല. അവന്മാർക്ക് കിട്ടിയതിന്റെ 10 ഇരട്ടി നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ആ വഴിക്ക് പോകാൻ തോന്നി. അല്ലെങ്കിൽ സുമതേച്ചിയെ, നിങ്ങളുടെ മക്കൾ ആ പറമ്പിലെ ചോര ചർത്തിച്ച് ചത്തേനെ. ആ പ്രകാശിനെയും കൂട്ടരി ആക്കിയില്ലേ, അതേ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ മക്കളെയും കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, അമ്മ വേഗം പോയിട്ട് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ ആയിട്ട് മക്കളെ കാണാൻ ചെല്ല്. എടാ ബോബു, നിർത്തടി. ബാബുവാ? തള്ളേ, നിന്നെക്കാളി 2 വയസ്സ് മൂത്ത ഞാൻ. എന്നിട്ട് ഞാൻ നിന്നെ സുമതേച്ചിന്ന്
നീ എന്നെ ബാബു എന്നാ വിളിക്കുന്നത്. അത് ഇത്ര കാലം ഞാൻ നിന്റെ അടിമയായതുകൊണ്ട് അതങ്ങ് ക്ഷമിച്ചു. അതിനുള്ള പണി നീയായിട്ട് തന്നെ എനിക്ക് തന്നല്ലോ. ആ പ്രകാശനും കൂട്ടർക്ക് 5 ലക്ഷം എണ്ണിക്കൊടുത്തത് അത് പോട്ടേന്ന് വെക്കുക. ഇവിടെ നിന്ന് കിട്ടിയ പൈസ ഇവിടെ തന്നെ തീർന്നു. സുമതിയെ, ഒരു കാര്യം ഞാൻ പറയാ, ഈ സ്വത്തിന്റെയും പൈസന്റെയും പേരില് ഇനി ആ സുമേഷിന്റെയും ആ കൊച്ചിന്റെയും ബാക്കിൽ നിന്റെ മക്കളെ അയച്ചാ അവൻ നിന്റെ 2 മക്കളെ അങ്ങ് പരലോകത്തെത്തിക്കണ്ടാ. അവനെ കുറിച്ച് നിനക്ക് അറിയായിട്ടാ. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും. പക്ഷെ ഇടഞ്ഞാ ഉണ്ടല്ലോ. ബാബു, എന്റെ മക്കള്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സുമതിയെ. പണ്ടൊക്കെ ദൈവേ പിന്നെ പിന്നെയായിരുന്നു. ഇപ്പൊ സ്പോട്ടിലാ പണി തിരിച്ചു കൊടുക്കുന്നേ. ആ കൊച്ചിന് ഒരുപാട് ദ്രോഹിച്ചല്ലേ, അതൊക്കെ അനുഭവിക്കണ്ടേ. പണ്ട് പഴയൊരു തറവാട്ടിലല്ലേ വരുന്നത്. അവിടെ സൗകര്യം പോരാ പറഞ്ഞിട്ട് ആ കൊച്ചിനെ നോക്കാനെന്ന പേരിൽ ഇങ്ങോട്ട് വന്ന് അതിൻ്റെ 50 സെന്റ് സ്ഥലവും തട്ടിയെടുത്ത് അതും പോരായിട്ട് ഈ വീടും പറമ്പും കൂടി വേണല്ലേ. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ. നമ്മളൊക്കെ ഒരു അയൽക്കാരായത് കൊണ്ട് മാത്രം പറയണേ, ആ 50 സെന്റ് സ്ഥലം കൂടി പെട്ടെന്ന് അവരുടെ പേരിൽ എഴുതി മാറ്റിക്കോട്ടോ. അല്ലെങ്കിൽ സാരമില്ല, അത് അവൻ തന്നെ തിരിച്ചു വാങ്ങിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരു കയ്യോ കാര്യം ഉണ്ടായില്ല, അത്രേ ഉള്ളൂ. പിന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ടേ വേഗം തറവാട്ടിലേക്ക് കിട്ടോ. ഒരു ജീവനെങ്കിലും ബാക്കി ഉണ്ടാകട്ടെ. എന്നാ ശരി സുമതി. അയ്യോ, അമ്മയെ മട്ടൻ സൂപ്പ് ഉണ്ടാക്കി വെക്കി. ആ ചെക്കനെ തല്ലിക്കിട്ട് വരുമ്പോ നല്ല ക്ഷീണം കാണും പറഞ്ഞ പിള്ളേരാ. അപ്പൊ ഈ കോലമായല്ലോ ദൈവമേ. വീടും വേണ്ട, സ്ഥലവും വേണ്ട, എനിക്ക് എന്റെ മക്കളെ മതി ദൈവമേ. മോനെ, ലോട്ടറി വേണ്ട? ബാബുട്ടാ, നിങ്ങളാ? ഇതെന്താ ലോട്ടറി ഒക്കെ ആയിട്ട് മറ്റേ പരിപാടിയൊക്കെ നിർത്തിയാ? എല്ലാ പരിപാടിയും നിർത്തി മോനെ. തട്ടിച്ചും വെട്ടിച്ചും കുറേ പൈസ ഉണ്ടാക്കി. പക്ഷെ അതിന്റെ ഫലമൊക്കെ അനുഭവിച്ചതേ എന്റെ മക്കളും പേരമക്കളാ. കുറേ കാലമായിട്ടുള്ള ഹോസ്പിറ്റലിൽ കിടന്നു. ഉണ്ടാക്കിയ പൈസയൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ചെലവായടാ. ഈ ലോട്ടറി കച്ചവടം ഉണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും, ഇടയ്ക്ക് വേറെ പണി കിട്ടി അതിനും പോകും. എന്നാലും ഒന്ന് എടുക്ക്. അതെന്തായാലും നന്നായി. പിന്നെ നമ്മുടെ സുമേഷ് ഏട്ടൻ വെളിച്ചെണ്ണ മില്ലൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയല്ലോ. അതങ്ങനെയാടാ, അധ്വാനിച്ച് ജയിക്കുന്നവരെ എപ്പോഴായാലും രക്ഷപ്പെടും. കാര്യം ചെയ്യാം, 2 എടുക്കാം. ഓ ശരി. ഓ, ഈ കുടിസ് വീട്ടിലിരിക്കാൻ വയ്യാണ്ടാ ആ പെണ്ണിനെ നോക്കാൻ വേണ്ട അവിടെ പറ്റിക്കൂട്ടിയത്. ഇതിപ്പോ ഇങ്ങനെയാന്ന് ആരെങ്കിലും വിചാരിച്ച? എല്ലാം എന്റെ ആർത്തി കൊണ്ട് തന്നെയാ. ഓ, എന്ത് കോലം അത്. ചെക്കന്മാർക്കാണെങ്കിൽ സ്വത്തും പണവും കിട്ടില്ല പറഞ്ഞപ്പോ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് അവന്റെ പാട്ടിൽ അങ്ങോട്ട് പോയി. അവന്മാരനെയാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. അതിന്റെ ഒരു അംശമായി പെണ്ണിനെ സ്നേഹിച്ചതാണെങ്കിൽ ആ വീട്ടിലിപ്പോ എങ്ങനെ കഴിയായിരുന്നു? ഇനിയിപ്പൊ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തന്നെ വരുത്തി വെച്ചല്ലേ. ഓ, ആ അനീഷേ, അവർക്ക് എത്ര ഫോട്ടോയാണ് പറഞ്ഞത്? ആണോ? എല്ലാ ആഴ്ചയും വേണം പറഞ്ഞ? ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, കുറച്ച് കൊടുക്ക നീ. അത് നോക്കണ്ടാ, കച്ചവടം പിടിക്കി. ആ, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി കാണാറ്. ആ ശരി, അല്ല നിന്നില്ല, എനിക്ക് ഓളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട്. ആ ശരി ശരി. ഓ, മുതലാളിയായപ്പോ ഭയങ്കര ബിസി ആയല്ലോ. നമ്മളൊന്നും ശ്രദ്ധിക്കാൻ കൂടി സമയമില്ലപ്പോ. എന്ത് മുതലാളിയാടും, നമുക്ക് തൊഴിലാളി ആയാലും ഇഷ്ടം. ഒരു കൂട്ടരെ ഹോൾസെയിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാറുണ്ട്. കിട്ടിയ നല്ല കച്ചവടമാണ്, കിട്ടട്ടെ. അല്ല, എത്ര മണിക്കാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? 2 മണിക്ക് ബുക്കിംഗ് കിട്ടുന്നത്. നമുക്ക് 1 മണിയാകുമ്പോഴേക്കും ഇറങ്ങാട്ടാ. ഞാൻ വിനോദേട്ടൻ്റെ കാറ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓടിക്കാൻ പഠിച്ചാണെങ്കിലേ സ്വന്തമായിട്ടൊരു കാർ എടുത്തുകൂടായിരുന്നോ? ഇതിപ്പോ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ വിളിക്കണ്ടേ? ലൈസൻസിന് കൊടുത്തിട്ടില്ലേ, പഠിച്ചെടുക്കടോ. അല്ല, നമുക്ക് അമ്മായി ഒന്ന് പോയി കാണണ്ടേ? എന്തിനാ? എന്നെക്കാളും ദ്രോഹം ഏട്ടനോടല്ലേ അവര് ചെയ്തിരിക്കുന്നത്. ആദ്യം ഗുണ്ടകളിനെ വിടണു, പിന്നെ മക്കളിനെ അടിക്കാൻ വിടണു. എന്നിട്ട് എന്തിനാ അവന്റെ ഇത്രയും സ്നേഹം കാണിക്കുന്നേ? ഇപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലേ അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ. അത് വിട്, എനിക്കൊരു മാങ്ങ പറിച്ചു തരുമോ? പറിച്ചു തരാലോ.